KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSF ഹാർമണി ചിട്ടികൾ. KSF ഈ നാടിന്റെ ധൈര്യം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സീനിന് ക്ലാപ്പ് കിട്ടുന്നത്, ഒരു പരിചയമില്ലാത്ത ഒരു ക്ലാപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ബോട്ടിലൊരു സീക്വൻസിൽ ഞാൻ നിൽക്കുകയാണ്, ചോമച്ചേട്ടൻ ഇവിടെ ക്യാമറ വെച്ചിട്ട് എടാ ഒരു സ്റ്റെപ്പും കൂടെ നീ ഫ്രണ്ടിൽ പോയി തിയേറ്ററിൽ നിന്റെ മുഖം ഞാൻ നിറച്ചു തരാന്ന് പറഞ്ഞു. ചേട്ടാ ഒരു DOP ഒരു ആക്ടറിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടല്ലോ. പിന്നെ എനിക്ക് മറ്റേ ചാർജ് ആയിരുന്നു, ഞാൻ മറ്റേ ട്രാൻസിലെ പകതായിരുന്നു. എനിക്ക് മറ്റേ ഇങ്ങനെ എന്നുള്ള പരിപാടി അൾട്രാ കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ. ഇതില് വെങ്കടേഷിന്റെ മുരുകന്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഞാൻ മാസ്റ്റർ സിനിമ കണ്ടപ്പോ വിജയ് സേതുപതിയുടെ ഒരു ഇൻട്രോ ഉണ്ട്. പുള്ളി ഷർട്ട്ലെസ് ആണ്, വയറുണ്ട് പുള്ളിക്ക്, ശരീരം മോശമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഷർട്ട് ഊരിയ നമ്മുടെ വയറുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. സ്ലോ മോഷനിൽ ഇങ്ങനെ രജനീകാന്ത് നടന്നു വരികയാണ്. ഇപ്പം ട്രെയിലറിൽ കാണാം ആ സിഗരറ്റ് ഫ്ലിപ്പ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ കാണുന്നത് ഇത്രയുള്ള സ്ക്രീനിൽ. അപ്പം ഞാൻ ദൂരെ നിന്ന് കണ്ട രജനീകാന്തിനെ അടുത്തുനിന്ന് കണ്ട് ഫോട്ടോ എടുത്ത് പുള്ളിയുടെ അഭിനയം കണ്ട് പുള്ളിയുടെ പരിപാടി എന്താണെന്നുള്ളത് കണ്ടതിന്റെ ഒരു ഹൈ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഒറ്റ ദിവസത്തെ ഗിരീഷ് ഗംഗാധരൻ എന്ന പരിചയമാണ്. മറ്റേ വില്ലൻ പയ്യൻ കൊള്ളാം, വെങ്കി, നമ്മളെ വെങ്കി. അത് എന്റെ കടയിലെ പേര് സുടസുട ഇഡ്ഡലി എന്നാണ്. അപ്പൊ ഒരു ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സുടസുടയിലെ പയ്യൻ, അവൻ കിടില. ഓ ആ സത്യം. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് എല്ലാരും എടാ ഓക്കെയാണ് മനസ്സിലാവണം. എന്റെ കൂട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ വില്ലനാണെന്ന്, മെയിൻ വില്ലനാണെന്ന്. ജോർജ് കുട്ടി ലെവലിൽ രഹസ്യം സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. കാരണം ചേട്ടൻ വല്ലതും കട്ടായി പോയ അത് കയ്യിൽ നിന്ന് പോയ സമയത്ത് ഞാൻ മാനസികമായിട്ട് തളർന്നുപോയി. മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ ഈ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ കരഞ്ഞത്. നായകൻ എന്നാണല്ലോ നിങ്ങൾക്ക് ഈ സിനിമയിലേക്ക് കൈപിടിച്ച ഷോയുടെ പേര്. ഭയങ്കര ഗെയിം ചേഞ്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രതിനായക വേഷമാണ്. എനിക്ക് നായകനാവണം, എനിക്ക് സ്റ്റാർ ആവണം. ആ സ്പീച്ചിന് ശേഷം എനിക്ക് വരുന്ന സ്ക്രിപ്റ്റുകളെല്ലാം ഹീറോയാണ്. തെലുങ്കിൽ നിന്ന് വിജയ് സേതു സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്നെ കണ്ടപ്പോ പറഞ്ഞു, എടാ നീ ഹീറോ മെറ്റീരിയൽ, നീ ഇവിടെ എന്തോ ചെയ്യണമെന്ന്. എന്റെ ചുറ്റും ഭയങ്കര കിട്ടില്ല മനുഷ്യരാ. എന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ടല്ലോ ഏട്ടാ, അങ്ങനത്തെ മനുഷ്യരുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. വെങ്കടേഷ് ആണ് ക്യൂ സ്റ്റുഡിയോയില്. വെങ്കടേഷ് സ്വാഗതം. ആദ്യം കൺഗ്രാറ്റ്സ്. ഒരു അതിഗംഭീരമായ ഒരു റീഎൻട്രി എന്നല്ല പറയാ, അതിഗംഭീരമായ ഒരു പ്രസൻസ് ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ റിലീസുകളിലൊന്നായിരുന്നു കിങ്ഡം. കിങ്ഡത്തിന്റെ ഒരു പ്രീ റിലീസ് ഇവന്റിലെ സ്പീച്ചിലൂടെ തന്നെ ഒരു ഗ്രാൻഡ് എൻട്രി പോലെ വരുന്നു. എന്തായിരുന്നു ഒരു കേരളത്തിലെ തിയേറ്ററിൽ പോയിട്ട് ഇത് വാച്ച് ചെയ്തപ്പോഴുള്ളൊരു ചേട്ടാ? ഞാൻ ബേസിക്കലി കേരളത്തിൽ ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ വന്ന ഉടനെ നേരെ കൊച്ചി വരിക. ഞാൻ തെലുങ്ക് ഞാൻ അത് പറയാം, അവിടെ നിന്ന് 3 തിയേറ്ററിൽ ഞാൻ കണ്ടു. ഞാൻ പ്രീ റിലീസ് ഇവന്റിൽ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്റെ ഇൻട്രോയ്ക്ക് നിങ്ങൾ ക്ലാപ്പ് ചെയ്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞു, അത് കഴിഞ്ഞു, അത് തീർന്നു അവിടെ. മനീഷേട്ടാ, ഞാൻ തിയേറ്ററിൽ പോയപ്പോ വിജയ് സാറിന് ഇൻട്രോ ക്ലാപ്പ് കിട്ടി, എന്റെ ഇൻട്രോയ്ക്ക് ക്ലാപ്പ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സീനിന് ക്ലാപ്പ് കിട്ടുന്നത്, ഒരു പരിചയമില്ലാത്ത ഒരു ക്ലാപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് അവസാനം ഒരു വേറൊരു ഡ്രസ്സ് ഗെറ്റപ്പ് മാറിയിട്ട് വരുമ്പോ കിട്ടുന്ന സ്ലോ മോഷനൊക്കെ കിട്ടില്ല ക്ലാപ്സ്. ഞാൻ ഇങ്ങനെ മറ്റേ സലീം കുമാറായിരുന്നു, മറ്റേ ഉദയനാണ് താരത്തില്ല. ഞാൻ മറ്റേ അവസ്ഥ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാത്രമല്ല ആ തിയേറ്റർ എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിലെ തിയേറ്ററിനേക്കാൾ വലിയ അല്ലേ, ഒരു 1000+ ഒക്കെ ഒക്യുപ്പൻസി ചെയ്യുന്ന തിയേറ്റർ ആയിരിക്കും അല്ലേ. പിന്നെ മൊത്തത്തിൽ മറ്റേ മാസ് ഓഡിയൻസിന്റെ മറ്റേ പേപ്പർ വാരി എറിയുന്നതും, അപ്പൊ അങ്ങനത്തെ ഒരു ക്രൗഡിന്റെ ഇടയിലിരുന്നാണ് ഞാൻ കണ്ടത്. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ, ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഇപ്പോൾ നമ്മളെപ്പോഴും പറയില്ല, ഒരു സ്വപ്നം നമ്മൾ കയ്യെത്തിപ്പിടിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയില്ലേ. ഇപ്പം നായകൻ എന്ന് പറയുന്ന ഷോ ഉറപ്പായും ഈ പറയുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എന്നുള്ള രീതിയിലാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് അവിടത്തേക്കൊരു പുതിയ നായികാതാരത്തെയും പ്രസന്റ് ചെയ്യാന്നുള്ള രീതിയിൽ നടത്തിയൊരു അല്ലെ റിയാലിറ്റി ഷോയാണ്. അപ്പൊ ആ ഷോയ്ക്ക് ശേഷമാണെങ്കിൽ പോലും ഒരു പ്രോപ്പർ പിച്ചിങ് സിനിമയിലേക്ക് വരിക എന്നുള്ളതിന് പല കാരണങ്ങൾ കൊണ്ടുള്ള ഒരു കാലതാമസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെങ്കടേഷ് തന്നെ പറഞ്ഞ പോലെ ഒരു 9 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിൽ, തെലുങ്ക് പോലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ പറഞ്ഞ അവിടത്തേക്കുള്ളൊരു ഫസ്റ്റ് കോൾ ഈ പറഞ്ഞ വിജയ് ദേവരകൊണ്ടയുടെ, എനിക്കൊന്ന് അന്ന് മറ്റേ അങ്ങനെ ഒരു ടൈറ്റിൽ നമ്പർ അനൗൺസ്മെന്റ് VD12 ആയിരുന്നു. ഈ പറഞ്ഞ കിങ്ഡം ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഓഫർ ലഭിക്കുന്നതോ ആ ഒരു ജേർണിയുടെ സ്റ്റാർട്ട് എങ്ങനെയാണ്?
മനുഷ്യട്ട എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്. കാരണം നായിക നായകൻ കഴിഞ്ഞപ്പോ തന്നെ എന്റെ വെച്ചൊരു പടം അനൗൺസ് ചെയ്തതാ. ഉം. അതിന്റെ പിറകെ ഞാൻ 1 വർഷം ഉണ്ടായിരുന്നു. ഉം. അവസാനം ഞാൻ മാറി അതിൽ ഉം. നിന്ന്. ഉം. അതിനുശേഷം വീണ്ടും എന്നെ വെച്ച് വേറൊരു പടം അനൗൺസ് ചെയ്തു. അതിന്റെ പിറകെ 1 വർഷം നടന്നു. അതിൽ നിന്ന് എന്നെ മാറ്റി. അപ്പം എനിക്ക് ഈ സാറ്റലൈറ്റ് അല്ലെങ്കിൽ സിനിമ എന്നെ നായകനായിട്ട് വെക്കുമ്പം അല്ലെങ്കിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വെക്കുമ്പോൾ എനിക്കൊരു ട്രോമയുണ്ട് എൻ്റെ മൈൻഡിൽ എപ്പോഴും. ഒരു സിനിമയുടെ ഷൂട്ട് വരെ എനിക്ക് ഭയങ്കര പേടിയാ. അങ്ങനെ സ്റ്റാൻഡപ്പ് എനിക്ക് ഇത്രയും ഡിലേ വന്നതും അതുകൊണ്ടാണ്. അപ്പം റിബല് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ കിങ്ഡത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് കോള് വരുന്നത്. കോള് വരുമ്പം ജേഴ്സി എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറാണ്, വിജയ് ദേവരക്കൊണ്ട പടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഭയങ്കര, കാരണം എനിക്ക് ജേഴ്സി എന്റെ ഏറ്റവും ഫേവറേറ്റാ. മറ്റേ തളർന്ന് മറ്റേ ഊപ്പാടുള്ളി കിടക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ തന്ന സിനിമയാണ് ജേഴ്സി. അപ്പം അങ്ങനെ ഒരു ക്രൂവിന്റെ കൂടെ വരുന്നു, ഒരു മെയിൻ ക്യാരക്ടർ ആണെന്നേ പറഞ്ഞോളൂ. പക്ഷെ അതിനുശേഷം വിളിയില്ല, ലേറ്റ് ആവും. ഞാൻ വീട്ടിലും ആരടുത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് നിരന്തരം വിളിക്കുക, സാർ ഞാൻ ഉണ്ടോ, ഞാൻ ഇല്ലേ, ഞാൻ ഉണ്ടോ. അങ്ങനെ ഫൈനലി എനിക്ക് ലുക്ക് ടെസ്റ്റ് കിട്ടി. ലുക്ക് ടെസ്റ്റിന്റെ അന്ന് ഞാൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് സാറിന്റെ ഫ്രണ്ടിൽ പോവുകയാണ്, ഡയറക്ടറിന്റെ. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ വിചാരിച്ചു ഓഡീഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓഡീഷൻ ഞാൻ ഏത് ഭാഷയിൽ പറയണം, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, തെലുങ്കും പ്രോപ്പർ അല്ല, തമിഴ് പറഞ്ഞ ഇവർക്ക് മനസ്സിലാവുന്നുള്ള ടെൻഷനില്ല ഞാൻ. പുള്ളി എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ശരി പൊക്കോന്ന് പറഞ്ഞു. ഞാൻ താഴെ പോയി. ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവസാനം ഫ്ലൈറ്റിന് സമയമായി, ഞാൻ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു എനിക്ക് സാറിനെ ഒന്ന് കാണണം. അങ്ങനെ സ്റ്റെപ്പ് കയറി സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, സാറിന് ഞാൻ ഓക്കെ ആണോ? പുള്ളി പറഞ്ഞു, എടാ ഫോട്ടോ കണ്ടപ്പോഴും എനിക്ക് നിന്നെ ഓക്കെ ആണ്, ഡയറക്റ്റ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നീ ഓക്കെ ആണെന്ന് പറഞ്ഞു. എൻ്റെ ജേഴ്സി മൊമെന്റ് അതായിരുന്നു മനീഷേട്ടാ. ഞാൻ മറ്റേ ആ ട്രെയിനിൽ കയറി മറ്റേ നിലവിളിക്കുന്ന മൊമെന്റ് അതായിരുന്നു. സ്പോട്ടിൽ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ് പടം കിട്ടി, വലിയ പടമാണ്. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് ഇത്രയും വലിയൊരു ക്യാരക്ടർ ആണെന്ന് എനിക്കറിയാം, വില്ലനാണെന്നുള്ള സംഭവം കിട്ടി. ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം ഷൂട്ടിന് പോയി. ഫസ്റ്റ് ഡേ ഷൂട്ട് രാവിലെ പോയി. എനിക്ക് രാവിലെ ഷൂട്ട് വന്നില്ല, ഉച്ചയ്ക്ക് ഷൂട്ട് വന്നില്ല. എന്റെ വീണ്ടും പേടി, ഞാൻ മാറിയോ. അന്ന് ഗിരീഷേട്ടനാണ് എന്റെ ഒരു ഷോട്ട് എടുക്കുന്നത്. ഞാൻ മാറിയോ എന്നുള്ളതാണ്. അവസാനം 5:30 മണിയായി എന്നെ വിളിച്ചപ്പോ. വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ആക്ഷൻ പറഞ്ഞ് കട്ട് വിളിച്ചപ്പോഴാണ് മനീഷേട്ടാ എനിക്ക് ശ്വാസം, എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ വീണത്. അയ്യോ, ഞാൻ ഭയങ്കര ശരി, ഞാൻ ഈ പടത്തിൽ ഇന്നാണ്, ഇനി ഇവർക്ക് എന്നെ മാറ്റാൻ പറ്റൂല. അത്രയും ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. അതെ, നമ്മുടെ ഒരു ട്രോമ ഉണ്ടാവുമല്ലോ, നേരത്തെ അനൗൺസ് ചെയ്തു, പ്ലാൻ ചെയ്തു. പക്ഷെ ഈ പടത്തിന്റെ കാര്യത്തില് ഇപ്പൊ തിരിച്ച് നമ്മളൊരു റിവേഴ്സൽ ഇതായിട്ട് ആലോചിക്കുമല്ലോ. വെങ്കടേഷ് ആലോചിക്കുമ്പം ഈ പറയുന്ന അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ആ സൂപ്പർ സ്റ്റാറിന്റെ ഇത്രയും വലിയ ബജറ്റുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിലീസാണ്, ഇത്രയും നാളുകൾക്ക് ശേഷം വരുന്ന റിലീസാണ്. അതില് പ്രധാന വില്ലനാണ്. അതെ, അതിൽ പ്രധാന വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സ്പോയിലർ ഉള്ളത് കൊണ്ട് തന്നെ പറയാം, എല്ലാത്തരം ഒരു വില്ലൻ ചെയ്യാവുന്ന സകലമാന ചെയ്തികൾ, ഒരു 10 പടത്തിലൊക്കെ ഒരു വില്ലൻ ചെയ്യാവുന്ന എല്ലാ ഹീനകൃത്യവും ഒരു സിനിമയിൽ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു വില്ലനാണല്ലോ. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അത്. അവരെ സംബന്ധിച്ചുള്ള അതൊരു പുതുമുഖമാണ്. നേരത്തെ സിനിമയിൽ കണ്ട മുൻപരിചയമുള്ള ഒരു വില്ലനല്ല. പലപ്പോഴും നമുക്കറിയാം ബോളിവുഡിൽ നിന്നൊക്കെയോ അല്ലെങ്കിൽ തമിഴിൽ നിന്നൊക്കെയുള്ള ആക്ടേഴ്സ് ആണ് ഈ പറയുന്ന മേജർ വില്ലൻ റോളിലേക്ക് വരുന്നത്. എന്തായിരിക്കും വെങ്കടേഷിലേക്ക് അവർ എത്തിയതിന് കാരണം? അത് ശരിക്കും ഫിലിം മേക്കറോ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പറഞ്ഞിരുന്നത്? മനുഷ്യട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആദ്യം ഇവർ വിചാരിച്ചു ഞാൻ തമിഴെന്നാ. ഞാനത് തിരുത്താനും പോയില്ല. ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഇവർ തമിഴിൽ സംസാരിച്ചു, ഞാനും തമിഴിൽ സംസാരിച്ചു. അപ്പൊ ഞാൻ ഒന്നും തിരുത്താനും പോയില്ല, കാരണം എനിക്കിത് വേണം. ഇനി ഞാൻ അങ്ങനെ വേറൊരു ഭാഷ എന്നുള്ള രീതിയിൽ ഇത് പോവരുത് എന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ തിരുത്താതെ ഞാൻ എങ്ങനെ നിന്നു. ഒരു പോയിന്റ് ഫസ്റ്റ് സ്കെഡ്യൂൾ, രണ്ടാമത്തെ സ്കെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എടാ എന്നെ ഒരു ഓഡീഷൻ പോലും ഡയറക്ടർ എന്നെ ചെയ്തില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ പ്രൊഫൈല് കിട്ടിയത്? ചേട്ടാ ഈ റോള് കുറേ ആൾക്കാരുടെ അടുത്ത് പോയി, കുറേ പ്രോമിസിങ് ആയിട്ടുള്ള കുറേ ഹീറോസിന്റെ അടുത്തും യങ് ഹീറോസിന്റെ അടുത്തും എല്ലാം പോയി കറങ്ങി എൻ്റെ അടുത്ത് വന്നതാ. അപ്പം ഗൗതം സാറ് പറഞ്ഞു, ഇല്ല ഇവൻ ഫോട്ടോ കണ്ട് നിന്നെ ഓക്കെ ആയി എന്ന് പറഞ്ഞ് എടുത്തതാ. പക്ഷെ മനുഷ്യട്ട ഓരോ സീൻ ചെയ്യുമ്പോഴും എനിക്ക് എന്താന്ന് വെച്ചാൽ ഇതിൽ കുറെ ഇമോഷൻ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാനത് ചെയ്ത് ഫലിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഓരോ സീൻ ചെയ്യുമ്പോഴും എനിക്ക് ഇതൊരു ആക്ടിങ് സ്കൂൾ പോലെയായിരുന്നു. ഞങ്ങളുടെ ഡയറക്ടർ എനിക്ക് തരുന്ന ഓരോ ഇൻപുട്ട് ഉണ്ടല്ലോ, അതായത് എടാ ഈ ക്യാരക്ടറിന്റെ മനോഭാവം അല്ലെങ്കിൽ ആലോചന ഇങ്ങനെ ആയിരിക്കും, അപ്പം ഇങ്ങനെയും നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ. അപ്പം ഓരോ സീൻ കഴിയുമ്പോഴും ഇതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിപ്പോഴും അറിഞ്ഞൂടാ എന്ത് ധൈര്യത്തിലാണ് ഇവരെന്നെ കാസ്റ്റ് ചെയ്തതെന്ന്. ഇവർ ഓഡീഷൻ ചെയ്തിട്ടില്ല, എൻ്റെ മര്യാദയ്ക്ക് ഒരു പെർഫോമൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു സിനിമയിലും ഞാൻ മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇവർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ മനീഷേട്ടാ. പക്ഷെ അതെൻ്റെ ഒരു ഭാഗ്യമാണ്.
ഞാൻ പൊതുവെ ഭാഗ്യമുള്ള ഒരു ആളാണ്. ഞാൻ അത് എല്ലായിടത്തും പറയും ചേട്ടാ. സ്റ്റാൻഡപ്പ് ഞാൻ ചെയ്തു. സ്റ്റാൻഡപ്പ് എന്റെ വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്, ഭയങ്കര മോശമാണ്. ഞാൻ കണ്ട് വിഷമിച്ചിട്ടുണ്ട്. എടാ ആറ്റുനോറ്റ് നിനക്ക് ഇങ്ങനെ ഒരു പടം കിട്ടിയിട്ട് നീ ഇത്രയും മോശമായിട്ട് പെർഫോം ചെയ്തില്ലേ. പക്ഷെ എനിക്ക് പ്രീസ്റ്റ് കിട്ടി. പ്രീസ്റ്റ് സിങ് സൗണ്ട് ആയിരുന്നു. പക്ഷെ പിന്നെ മമ്മൂക്കയാണ് ഓപ്പോസിറ്റ്. അന്നത്തെ എൻ്റെ മെച്യൂരിറ്റിയിൽ ഒബ്വിയസ്ലി ഒരു മഹാതാരം ഫ്രണ്ടിൽ നിൽക്കുമ്പം ഞാൻ വിറച്ചാണ് ഞാൻ നിന്നത്. അതെന്റെ തെറ്റാ. കൊക്കോ കുറച്ചിങ്ങനെ പഠിച്ചു വരിക കേട്ടാ. വേദ ചെയ്തു. വേദയിൽ ഇതേപോലെ ഡയലോഗുകളാണെങ്കിലും കുറച്ചിങ്ങനെ ഒരു ഡ്രാമാറ്റിക് ആണെന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അതിനെ കുറച്ചും കൂടെ കൊളോക്കിയലായിട്ട് ചെയ്യണമെന്ന്. തിരിച്ച് ഞാൻ റിബലും പഴയകാലം ആയപ്പം ഇതെല്ലാം ഞാൻ അവിടെ യൂസ് ചെയ്തു. പക്ഷെ ഇതിന്റെ അൾട്ടിമേറ്റ് എനിക്ക് കിങ്ഡം ആണ്. അപ്പൊ ഇത്രയും നാള് ഞാൻ ചെയ്തതെല്ലാം ഓക്കെ, ഇതിങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ ഇട്ടിട്ട് പിന്നെ ഡയറക്ടറിന്റെ ഇൻപുട്ടും കൊണ്ട് ഞാൻ ചെയ്ത ഒരു സംഭവമാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ചേട്ടാ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ത് ബേസിസിലാണ് ഇവരെന്നെ കാസ്റ്റ് ചെയ്തെന്നുള്ളത്. നമ്മളെപ്പോഴും പറയില്ലേ, ഇപ്പൊ ഒരു മാസ് കമേഴ്സ്യൽ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ മാസ് യൂഫോറിയ ഉണ്ടാക്കുന്ന ഒരു പടത്തിന്റെ കാര്യത്തിൽ അതിലെ പ്രതിനായകൻ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ തിയേറ്ററിൽ നമുക്ക് ഉണ്ടാകേണ്ട ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകനെ തോൽപ്പിക്കാൻ പ്രാപ്തനും ശേഷിയുണ്ട് എന്നുള്ളതാണല്ലോ. ഇതില് വെങ്കടേഷിന്റെ മുരുകന്റെ ഒരു ഇൻട്രോ ഉണ്ട്. അത് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള അനിരുദ്ധിന്റെ മ്യൂസിക്കിലാണ് ആ ഇൻട്രോ. ആ ഇൻട്രോയിൽ വരുന്നിടത്ത് ഒരു ബെയർ ബോഡിയിൽ അത് കാണിക്കുന്ന സമയത്ത് ആ സമയത്ത് രജിസ്റ്റർ ആവുകയാണല്ലോ ഇയാളാണ് ഇനി അങ്ങോട്ട് ഈ ഓപ്പോസിറ്റ് ഉള്ളത് എന്നുള്ളത്. ശരിക്കും അതൊക്കെ എത്രത്തോളം കോൺഫിഡൻസ് സെറ്റ് ചെയ്തതിന് ശേഷം വന്ന സീനാണ്. ഇനീഷ്യലി അതായിരിക്കുമോ ഷൂട്ട് ചെയ്തിരുന്നത്? ഇനീഷ്യലി വേറൊരു സീനായിരുന്നു കേട്ടാ. എനിക്ക് അത് അങ്ങനത്തെ ഒരു ഞാൻ മാസ്റ്റർ സിനിമ കണ്ടപ്പോ വിജയ് സേതുപതി ഒരു ഇൻട്രോ ഉണ്ട്. പുള്ളി ഷർട്ട്ലെസ് ആണ്, വയറുണ്ട് പുള്ളിക്ക്, ശരീരം മോശമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഷർട്ട് ഊരിയ നമ്മുടെ വയറുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. നമ്മളത് എന്തിനാണ് മറ്റേ അണ്ടർ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതെന്നുള്ള എനിക്ക് അതിൽ നിന്നാണ് കിട്ടിയത്. ഇവര് പോകണം എന്റെ ഇൻട്രോ ഇതാണെന്ന് ഞാൻ അറിഞ്ഞത്. ഷർട്ട് ഊരിയിട്ട് വരണം. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ ഒരു 8 കിലോ കയറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വയറുണ്ട് മനീഷേട്ടാ അതില്. എനിക്ക് പ്രോപ്പർ കട്ടിങ്ങോ 6 പാക്കോ അല്ലെങ്കിൽ പ്രോപ്പർ പീസ് അല്ല, ഇതൊന്നും എന്റെ മൈൻഡിലില്ല. ഇതെന്റെ ഇതാണ്. അതായത് ഫസ്റ്റ് എന്റെ ഷോട്ട് ബാക്ക് ഷോട്ടാ, മാലയും മറ്റേ സ്വർണ്ണമാലയും. അപ്പം മറ്റേ ആവേശത്തിന് ശേഷം ഞാൻ ഇത്രയും സ്വർണ്ണമാലയൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത്രയും കിട്ടിയപ്പം ദൈവമേ. അപ്പം എന്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തപ്പോ ആവേശം രംഗണ്ണനാണോ, അപ്പം ഫുള്ള് സ്വർണ്ണമാണ് ശരീരം മൊത്തം. അപ്പം ഇതിലിങ്ങനെ വന്നപ്പോ എനിക്ക് ആദ്യം കാരവാനിൽ ഇങ്ങനെ വന്നിട്ട് നടിയുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പം ഷർട്ട് ഊരിയപ്പോ ഒരു ചമ്മലുണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് ഷോട്ട് വരുമ്പോൾ ഞാൻ ഷർട്ട് ഇട്ടില്ല. ഞാൻ പറഞ്ഞു ഷർട്ട് വേണ്ട എനിക്ക്, ഞാൻ ഇങ്ങനെ നടക്കാം, ഞാൻ ഇങ്ങനെ നിൽക്കാം. ആ ചമ്മല് പോവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. അപ്പം ഇവരിത് തന്നപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഷർട്ട് ഇല്ലാതെ പൊളിക്കാം. പക്ഷെ ആ സമയത്ത് ശരിക്കും ആക്ച്വൽ ബീജി ഒന്നും ആയിട്ടുണ്ടാവില്ലല്ലോ. ഒന്നുമില്ല. സ്പോട്ടിൽ അവരൊന്നും ഇട്ടിട്ടില്ല. ഫസ്റ്റ് ഷോട്ട് ബാക്ക് ഷോട്ട് ആയിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടി. കാരണം ബിൽഡപ്പ് ഷോട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. ഒരു സമയത്തൊക്കെ ഒരു സ്ലോ മോഷൻ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രോപ്പർ ബിൽഡപ്പ് ഷോട്ടിൽ ഇങ്ങനെ നടന്നു വന്ന് പരിപാടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിനകത്ത് മനുഷ്യട്ട് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കട്ടായി പോയി. പിന്നെ ഒരു ബട്ടർഫ്ലൈ നൈഫ് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിന്റെ എനിക്ക് ഫൈനൽ ആക്ടിന്റെ അടുത്ത് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറയും, അവളെ ഇപ്പൊ കേറ്റാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യും എന്നിട്ട് ഞാൻ ബട്ടർഫ്ലൈ നൈഫ് എടുത്തിട്ട് ഇങ്ങനെ കറക്കും. അതിങ്ങനെ വിരലിൽ കറങ്ങും, അതൊരു ട്രിക്കാ. കറങ്ങിട്ട് ഞാൻ അവളുടെ ഇങ്ങനെ കൊടുക്കും. ഇതെല്ലാം കട്ടായി പോയി. ബട്ട് സ്റ്റിൽ അൾട്ടിമേറ്റ്ലി എന്റെ ഇൻട്രോ അത് കിടില വരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടപ്പോൾ. ഇത് നമ്മള് സ്വാഭാവികമായിട്ടും പറയില്ലേ, നമ്മൾ ചെയ്തത് നമ്മൾ തൊട്ടടുത്ത മോണിറ്ററിൽ പോയി കാണുക പോലൊരു സാധനമല്ലേ. ഇപ്പം ഉറപ്പായി ബീജി വെച്ച് തിയേറ്ററിലായിരിക്കും ഇതിന്റെ ഫൈനൽ, നമ്മുടെ ഈ ഹൈ മൊമെന്റ് നമ്മളെല്ലാം കാണുന്ന വേഷം കാണുന്നത്. എന്നാലും വെങ്കടേഷ് ഇതിന് ശേഷം പോയി കണ്ടിട്ടുണ്ടാവില്ലേ ചില സീനുകൾ? ഇത് ഞാൻ കണ്ടില്ല. ഈ ഫസ്റ്റത്തെ ഇൻട്രോ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം കുറെ ക്രൗഡുകളുണ്ട് കേട്ടോ. നമ്മൾ ഇൻഡോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സ്കോപ്പ് ഉണ്ട്. കുറെ ക്രൗഡുകൾ നിൽക്കുന്നു, ലൈറ്റിന്റെ പ്രശ്നമുണ്ട്, പോവാറ എന്നുള്ള സെറ്റപ്പ്. അപ്പം വന്ന് നോക്കി പോവുക എന്നുള്ളൊരു മെന്റാലിറ്റി ഇല്ല. അപ്പം എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്ടർ പറയും ഒന്ന് വന്ന് നോക്കെന്ന് പറയും. വന്ന് നോക്കിയിട്ടടാ ഇങ്ങനത്തെ ഒരു പരിപാടിയാണെന്ന് പുള്ളി തന്നെ പറയും. അല്ലാതെ ഞാൻ നോക്കിയിട്ടില്ല. ഇൻഡോറിലൊക്കെ വരുമ്പോ പോയി നോക്കും എന്താണ് അവസ്ഥ, മുഖം ഒക്കെ എക്സ്പ്രഷൻ ഓക്കെയാണ്. പിന്നെ ഒരു തരത്തിൽ അത് ഓവർ കോൺഷ്യസ്നെസ്സും ആണ് മനുഷ്യേട്ടാ. അതായത് ഞാനിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ മനുഷ്യരുടെ അടുത്ത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിരിക്കും,
അപ്പം ഇങ്ങനെ ഞാൻ ക്യാമറ നോക്കുമ്പോൾ ഇത് കൊള്ളൂല, അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ ചിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരി എന്റെ ഇത് കോൺഷ്യസ് ആവും. അപ്പൊ നമ്മുടെ ചിരി നല്ലതാണോ ചീത്തയാണോ നമുക്ക് ചെറിയ സംഭവം കണ്ടാൽ നമുക്ക് തോന്നും അയ്യോ ചിരി മോശമായി പോയി, മറ്റുള്ളവർക്ക് അത് തോന്നണമെന്നില്ല. അപ്പൊ ആ കോൺഷ്യസ്നെസ് വെച്ചൊന്നും ഒരിക്കലും ചെയ്യരുതെന്നുള്ള മെന്റാലിറ്റിയില്ല ഞാൻ ഇതിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടത് മനുഷ്യേട്ടാ. ഒരു കാര്യമുള്ളത്, ഈ നായിക എന്നാണല്ലോ നിങ്ങൾക്ക് ഈ സിനിമയിലേക്ക് കൈ പിടിച്ച ഷോയുടെ പേര്. ഉറപ്പായും നായകനാവുക അല്ലെങ്കിൽ നായികയാവുക എന്നുള്ള ആഗ്രഹങ്ങളുടെ തുടർച്ചയിലാണ് വരുന്നത്. പക്ഷേ ഭയങ്കര ഗെയിം ചേഞ്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രതിനായക വേഷമാണ്. നമുക്കറിയാം ഇപ്പൊ ആളുകൾ നോക്കുമ്പോൾ പെർഫോമൻസ് ഡ്രിവൺ ആയിട്ടാണ് ചിന്തിക്കുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം അതൊരു ഒരു നമ്മളിപ്പം നോക്കുമ്പോൾ എല്ലാവർക്കും കിട്ടണം എന്നില്ല ഇതുപോലൊരു അവസരം. ഒരു വലിയൊരു കമേഴ്ഷ്യൽ റിലീസിൽ ഒരു പ്രധാനപ്പെട്ട സിതാര മേജർ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഇതില് വിജയ് ദേവരന്റെ പടത്തിന്റെ സംഗതിയിൽ അതിനെങ്ങനെയാണ് അങ്ങനെ പ്ലേസ് ചെയ്യപ്പെട്ടതിനെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പം നോക്കുമ്പോൾ? ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട്. ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അതായത് ദൈവത്തിൽ എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ്. അപ്പം വീട്ടിൽ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പോയിന്റിൽ അമ്മ ഞാൻ ഇങ്ങനെ ഹീറോ ആവണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഹീറോ അല്ല നീ വില്ലൻ ആവണമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കിടുങ്ങി. അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഇല്ലല്ല എനിക്ക് ഹീറോ ആവണം, രജനീകാന്ത്, രഘുവരൻ. ഏത് വർഷം? ഇപ്പോ ഈ കിങ്ഡം കഴിഞ്ഞിട്ട് ഈ കിങ്ഡത്തിന്റെ ഷൂട്ട് റിലീസായിട്ടില്ല. ഷൂട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഞാനും വിചാരിക്കുന്ന മനുഷ്യട്ടാ എന്റെ അത്ര ക്രൂര സ്വഭാവമൊന്നുമല്ല, എനിക്കൊരു നന്മയുള്ള കഥാപാത്രം ചെയ്യാൻ ഞാൻ കൊതിക്കുന്നുണ്ട്, എനിക്ക് ചിരിച്ച് കളിച്ച് മറ്റേ അങ്ങനെ കൊതിക്കുന്നുണ്ട്. പക്ഷെ വരുന്നതെല്ലാം ടോക്സിക് ബോയ് ഫ്രണ്ട്, ടോക്സിക് ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു അഫെയറിൽ രണ്ടുപേര് നിൽക്കും, ഇവരുടെ ഇടയിൽ പെണ്ണ് കാണാൻ വരുന്നൊരു ചെറുക്കൻ, ഇവനാണല്ലോ ഇതൊരു കോൺഫ്ലിക്റ്റിന്റെ തുടക്കം. ഇതെല്ലാം എനിക്ക് വരുന്നത്. അപ്പം അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നായകനല്ലടാ നീ വില്ലനായാ മതി. അമ്മ എനിക്ക് നായകനാവണം, സ്റ്റാർ ആവണം. ഞാൻ ഭാഷയിൽ രജനീകാന്തിനെ കണ്ടില്ല, ഭാഷയിൽ രഘുവരനെ കണ്ടില്ല. അപ്പൊ ഇതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവം ഇനി വില്ലൻ എന്നുള്ള പ്രാർത്ഥന മാറ്റിക്കോ, എനിക്ക് നായകനാവണം, എനിക്ക് സ്റ്റാർ ആവണം. കാരണം എന്റെ വന്നപ്പോ തൊട്ടേ ഉള്ള ആഗ്രഹം ഇതാണ് മനുഷ്യന്റെ, എനിക്ക് ആക്ടർ ആവണം, എനിക്ക് എന്റേതായിട്ടുള്ള സിനിമ ആൾക്കാർ പോയി കാണണം, എന്റെ ഇന്റർവ്യൂക്ക് കൈ അടിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒരു ആക്ടറിന് മനുഷ്യട്ടാ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് എടാ ഞാൻ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വരുന്നതാണ് ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ പിന്നെ ബാങ്കബിൾ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇതിന്ന് ഞാൻ തിരിച്ചിങ്ങനെ ഓരോന്നും ചെയ്തിട്ട് തമിഴിൽ എനിക്ക് ഫസ്റ്റ് പടം കിട്ടുന്ന റിബല. അപ്പൊ ഒബ്വിയസ്ലി എനിക്ക് അവിടെ ലോഞ്ച് ചെയ്യണം. അതിൽ ഞാൻ വില്ലനാണോ അത് റിജക്ട് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഞാൻ പോയി അവിടെ അത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് കിങ്ഡം കിട്ടുന്നത്. കിങ്ഡത്തിൽ ഞാൻ ലോഞ്ച് ചെയ്യാണ് തെലുങ്ക് പടത്തിൽ ഫസ്റ്റ് ആയിട്ട്. അപ്പം ഒബ്വിയസ്ലി അത് കിട്ടിയപ്പം ഇത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാവുന്നു. ജോമോൻ ചേട്ടൻ ക്യാമറ ചെയ്യുന്ന പടം, അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്ന പടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആലോചിക്കുമ്പോൾ ഭയങ്കര അൾട്ടിമേറ്റ് ലക്ക, ഭയങ്കര ലക്ക. ഇതിൽ തന്നെ ഇപ്പം റിബലിന്റെ കാര്യം നോക്കുവാണെങ്കിൽ റിബലിന്റെ താടി ഇപ്പം നമ്മള് എന്റെ മുന്നിൽ ഇരിക്കുന്ന വെങ്കടേഷ് എന്ന് പറയുന്ന ആളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാലം സ്ക്രീനിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ റിബലില് ഈ പറഞ്ഞൊരു താടി ലുക്ക്, ഈ പറയുന്ന ഒരു നമ്മൾ പ്രതിനായകന്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. ശരിക്കും അങ്ങനെ നമ്മളൊരു എപ്പോഴും പലരും പറയല്ലോ അറ്റയറിന് ഭയങ്കര മാറ്റർ ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് ഗോൾഡ് ഓർണമെന്റ്സ് ഉള്ളൊരു ക്യാരക്ടർ വന്നപ്പോ അല്ലെങ്കിൽ ഡ്രസ്സ് വരുന്ന സമയത്ത് എന്നുള്ളത്, ഈ ഫിസിക്കൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ ഈ അറ്റയറൊക്കെ ഏത് രീതിയിലാണ് ഈ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത് ഇപ്പൊ ഈ സിനിമയുടെ കാര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ? ഇതിലാദ്യം ഇവരെനിക്ക് ലുക്ക് ടെസ്റ്റിന് മനുഷ്യരുടെ ഇത്രയും ഗോൾഡ് ഒക്കെ തന്നപ്പോഴേ, അപ്പം ഞാൻ പൊതുവെ അങ്ങനെ ഗോൾഡ് ഒന്നും ധരിക്കുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതെന്തിനാ ഇത്ര ഗോൾഡ്, നമ്മൾ റിച്ച് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഗോൾഡ് ഇടേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അതല്ല, ഇത്രയും ഗോൾഡ് ഇടുമ്പോൾ ഇവനൊരു അഹങ്കാരമുണ്ട്. ബേസിക്കലി ഇവനൊരു അഹങ്കാരം മൊത്തത്തിലുണ്ട്. അപ്പം ഇവര് തരുന്ന കോസ്റ്റ്യൂമും ടെക്സ്ചറും ഷൂസും നമ്മൾ ഇതൊക്കെ ഇൻഷർട്ട് ചെയ്യുമ്പോഴേട്ടാ, നമ്മളിപ്പോ ഞാൻ മറ്റേ ഇങ്ങനെ കൂടി നടക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡൊന്നും ആയിരിക്കൂല. ഇങ്ങനെ നടന്നു വരുന്നു, അപ്പൊ പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ കൈ കാണിക്കുന്നത് വരുന്ന വഴിയുണ്ടല്ലോ, ഓരോരുത്തർ കൈ കാണിക്കും. ഓക്കെ വയർലെസ്സിൽ ഇങ്ങനെയാണ് ആ മുരുകൻ വരുന്നുണ്ട്, മുരുകൻ ഇതെല്ലാം ഒരു സാധനമാണ് മനുഷ്യൻ. ഇത്രയും പവറുണ്ട് എന്റെ ക്യാരക്ടറിന് സെറ്റപ്പാ. ഇതെല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ റിബൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ആരോ പറഞ്ഞ് കേട്ടതാണ്, ഭീഷ്മപർവ്വം ചെയ്യുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ ഷർട്ട് ഇട്ടിട്ട് പുള്ളി ഇരിക്കത്തില്ല എന്ന്, ഇരുന്ന ഷർട്ട് ചുളിയും. അപ്പം അതെന്താ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കണമല്ലോ എന്ന് കരുതിട്ട് റിബൽ എനിക്ക് വെള്ളയാണല്ലോ. അപ്പം അവരിങ്ങനെ തന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചുളുക്കാതെ, അതായത് വെള്ളം വന്ന് നമ്മൾ നീറ്റ് ആയിരിക്കണം. കാരണം എന്റെ അച്ഛൻ വെള്ളയൊക്കെ ആയിരുന്നു കോസ്റ്റ്യൂം. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ മനുഷ്യേട്ടാ അൾട്ടിമേറ്റ്ലി. പക്ഷെ അതായത് ഇപ്പൊ അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ നമ്മൾ നടന്നു വരുമ്പോ
വരുന്നുണ്ട് ഇതെല്ലാം ഒരു പവറാണ് കേട്ടോ. പവർ സ്ട്രക്ചറിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കോസ്റ്റ്യൂമും അങ്ങനെ കയ്യിലാണെങ്കിൽ ഗണ്ണും ഇത്രയും മറ്റേ സ്വർണ്ണമൊക്കെ കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു പരിപാടി കിട്ടും. അല്ല നമ്മളുടെ അകത്ത് നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ ആക്ടർ എന്നുള്ള രീതിയിൽ. അതെ. അപ്പൊ ഇതില് ഇപ്പൊ പടം തുടങ്ങുന്നതിന് മുന്നേ 1-2 സിനിമകൾ കണ്ടു എന്നല്ലാതെ ഇതിനകത്തൊരു ഭയങ്കര പ്രിപ്പറേഷൻ ഒന്നുമില്ല. ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുന്നേ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കും എന്താണ് എന്റെ മൈൻഡില്, എങ്ങനെയാണ് ആലോചിക്കേണ്ടത്, എന്താണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ പുള്ളി ഇപ്പൊ ഈ പടത്തിലൊരു മിറർ സീക്വൻസ് ഉണ്ട്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ നോക്കിയിട്ടുള്ള ഒരു സീക്വൻസ്. അപ്പം എനിക്കിത് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞാൽ ആ ക്യാമറയിൽ നീ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള അയാളുടെ ചെറുപ്പകാലം നിന്റെ ഒരു ഫാസിനേഷനാ, നീ അതാണ് കാണുന്നത് നിന്നിലൂടെ. അപ്പൊ സ്വാഭാവികമായിട്ടും നിനക്ക് എന്ത് തോന്നുന്നു? അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പോയപ്പോഴത്തേക്ക് കണ്ണീര് വരുന്നു, ചിരിക്കുന്നു. അപ്പം ഇതെല്ലാം പുള്ളിയുടെ ഇൻപുട്ടാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഒരു പണി ബ്രീഫ് ഡയറക്ടർ അതെ ഇതാണ് എനിക്ക് തന്ന ബ്രീഫ്. ഇങ്ങനത്തെ ഒരു ഇപ്പൊ കാർട്ടൽ സീൻ, ഇപ്പൊ നേരത്തെ മനുഷ്യേട്ടൻ പറഞ്ഞ ഫസ്റ്റ് ഇത്രയും വിജയ് സാറും സത്യ സാറും ആയിട്ടുള്ള ഫസ്റ്റ് ഗോൾഡ് എടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സീക്വൻസ്. അപ്പൊ പുള്ളി ആദ്യം ഞാനിത് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, എടാ ഈ ഡയലോഗ് ഡെലിവറി ഒരു വില്ലന്റെ ഡയലോഗ് ഡെലിവറി പോലെയുണ്ട്. ഈ പടത്തിൽ ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് അതാ. ഈ പടത്തിൽ മുരുകൻ ഹീറോയാണ്, മുരുകന്റെ ലോകത്ത് മുരുകൻ ഹീറോയാണ്. മുരുകൻ ഇതിനകത്ത് ഒരു ഡബിൾ മൈൻഡ് കളിയും കളിക്കുന്നില്ല. അവൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു ജോലി ചെയ്യുന്നത്. അവന്റെ അച്ഛന് അത്രയും ഇഷ്ടമാണ്. അവൻ ഇതിനകത്ത് ഒരു പെണ്ണിന്റെ അടുത്ത് അനാവശ്യമായിട്ട് പോകുന്നില്ല ഒരു കാര്യത്തിന്. അവന്റെ ജോലി സിൻസിയറിറ്റി, ജെനുവിനിറ്റി എന്നുള്ള രീതിയിൽ അവൻ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ഇതാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹീറോ ആണ്, ഇവന്മാരെന്റെ വില്ലനാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിലായിരുന്നു ഞാൻ. പിന്നെ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞടാ ഒരുപാട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല മുരുകൻ, കാരണം അകത്ത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. ഇവനൊരു സമയം കിട്ടി ഇവൻ പണിയും, പക്ഷെ ഇവൻ ഉള്ളിലാണ്. ഇവന്റെ എല്ലാം ഉള്ളിൽ ഇവൻ ചിരിച്ചോണ്ട് ചിലപ്പോൾ നിൽക്കും, ഇവൻ നോക്കുന്നതെല്ലാം ഇവന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞ ഇങ്ങനത്തെ കുറെ ഇൻപുട്ടുകളാണ് ചേട്ടാ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതെ, ഒരു 9 വർഷത്തെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ ശരിക്കും നമ്മൾ പറയല്ലോ. ഇപ്പം ഏതൊരാളും ഇപ്പൊ ഒരു സിനിമയില് നായക കഥാപാത്രം അല്ലെങ്കിൽ സിനിമയില് ആക്ടിങ് കരിയർ കെട്ടിപ്പടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 9 വർഷം എന്ന് പറഞ്ഞത് കുറച്ചൊരു നീണ്ട കാലയളവാണ്. അവിടെ ഭയങ്കരമായ അൺസർട്ടൈനിറ്റി ഉണ്ടാവും. ജീവിതം, തൊഴില്, വരുമാനം, എല്ലാ തരത്തിലും പലതരം അൺസർട്ടൈനിറ്റി ഉണ്ടാവല്ലോ. അത് മാത്രമല്ല നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു ഷോയുടെ തുടർച്ചയിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് അതിൽ നിന്ന് സക്സസ് ആയി വന്ന ആളുകളാണ്. അപ്പൊ എന്നിട്ട് നമുക്ക് എന്താ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ വിളിക്കുന്നില്ലല്ലോ, ആഗ്രഹിക്കുന്ന സിനിമകളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കാസ്റ്റ് ചെയ്യപ്പെട്ട സിനിമ നമ്മളിലൂടെ നടപ്പാവുന്നില്ല എന്നുള്ള നിരാശയുണ്ടല്ലോ. ഈ 9 വർഷത്തെ ശരിക്ക് അതിജീവിച്ചത് എങ്ങനെയാണ്? കാരണം കിങ്ഡം പോലത്തെ ഒരു വലിയ ഓപ്പണിംഗ് കിട്ടുമ്പോൾ ഉറപ്പായും വെങ്കടേഷിനോട് ചോദിക്കാവുന്ന ഒരുപക്ഷെ ആ ഉത്തരം ഒരുപാട് പേർക്ക് പ്രചോദനമാവാൻ സാധ്യതയുള്ള കൂടിയാണല്ലോ. മനുഷ്യട്ടാ, ഞാൻ ഇത് തുടങ്ങുന്നത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അപ്പം അതിങ്ങനെ 1-2 പടങ്ങൾ ഇങ്ങനെ ചെയ്ത് സീരിയലുകൾ ചെയ്താണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം അതിനുശേഷം ഞാനൊരു പോയിന്റിൽ ഞാനിങ്ങനെ ഓരോ സിനിമ കാണുമ്പോഴും അതിന്റെ അസോസിയേറ്റ്സിന്റെയും ചീഫ് അസോസിയേറ്റ്സിന്റെ ഒക്കെ പേര് ഞാൻ ഫോട്ടോ എടുത്തവർക്ക് ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയക്കും. അന്ന് ഫേസ്ബുക്കാ. അങ്ങനെ ഞാൻ ഒരു വ്യക്തിക്ക്, അനിൽ എബ്രഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഞാൻ അയച്ചു, ചേട്ടാ എന്തെങ്കിലും ഓഡീഷൻ ഉണ്ടെങ്കിൽ പറയണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചതാണ് വെളിപാടിന്റെ പുസ്തകം. എന്നെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എടാ 56 ദിവസം ഷൂട്ടുണ്ട്, ഡയലോഗ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ചേട്ടാ, കാരണം എനിക്ക് കോണ്ടാക്ട്സ് ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെ പോയി എനിക്ക് 19-ാമത്തെ ദിവസം, അതെ 19-ാമത്തെ ദിവസം എനിക്ക് ഡയലോഗ് കിട്ടി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒടിയൻ ചെയ്തു ഒരു ഡയലോഗ്, അങ്ങനെ വേറൊരു പടം ചെയ്തു. അപ്പം ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ ഈ അനിൽ എബ്രഹാമാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ നായകൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, നീ അപ്ലൈ ചെയ്തായിരുന്നു? ഞാൻ പറഞ്ഞു ഇല്ല കേട്ടാ, എനിക്ക് സ്റ്റേജ് പരിപാടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് മൈക്കിലുള്ള സെറ്റപ്പ് ഒന്നും അന്ന് എനിക്ക് ഞാൻ അണ്ടർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു മനുഷ്യേട്ടാ. ഞാൻ ഭയങ്കര ട്രിവാൻഡ്രം സ്ലാങ് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം പെൺകുട്ടികളും ആൾക്കാരെല്ലാം പറയുമ്പം നമ്മുടെ ഈ സ്ലാങ് നമുക്കൊരു ബുദ്ധിമുട്ടാവോ, ഫണ്ണൊക്കെ ആവോ, നമ്മുടെ പിന്നെ അന്ന് ഞാൻ എന്റെ ഡ്രസ്സ് എനിക്ക് ഓക്കെ ആണോ, ഞാൻ ഇടുന്ന ചെരുപ്പ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം ഇത് ഓക്കെ ആണോ. അപ്പം ഇതെല്ലാം ഒരു ഭയങ്കര ബാധ്യതയായിട്ട് ഞാൻ കൊണ്ടു നടന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ നായികൻ ചെയ്തപ്പോൾ പോലും നായകനിൽ ആദ്യം ലാൽജോ സാറ് നിന്റെ പെർഫോമൻസ് എനിക്ക് കാണാൻ പോലും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നീ കിട്ടുന്ന അതാ. അപ്പൊ ഞാൻ ഔട്ടാവും, എനിക്കിത് വേണ്ട, ഞാൻ ഔട്ടായി പോകണം എന്നുള്ള രീതിയില്ല. പക്ഷെ എനിക്ക് എന്നെ നിർത്തി, ലക്കാത് എന്നെ അവിടെ നിർത്തി. അപ്പം ഇതിന് ശേഷമാണ് ഈ പറയുന്ന പല സിനിമകളിൽ നിന്ന് എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ ഈ നായകനിൽ മൈമ് പഠിപ്പിക്കാൻ വന്ന ആളാണ് എനിക്ക് സ്റ്റാൻഡപ്പിൽ അവസരം തരുന്നത്. ഓക്കെ,
ഈ സ്റ്റാൻഡപ്പിൽ നിന്ന് കോക്കോ, പ്രീസ്റ്റ്, ഇതിങ്ങനെ പോയി. അപ്പം ഓരോ പടം ചെയ്യുമ്പോഴും ഇത്രയും വെയിറ്റിംഗ് ഉണ്ടെന്നുള്ളൊരു ഇതില്ല കേട്ടോ. എൻ്റെ ഉള്ളിലുള്ള എൻ്റെ പ്രഷർ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വീട് വെക്കണം, എനിക്ക് അമ്മേനെ അച്ഛനെയൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് നോക്കണം. ഇതെൻ്റെ ഉള്ളിലൊരു പ്രഷറാണ്. കാരണം എൻ്റെ വരുമാനമില്ല. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ ലൈറ്റ് ബോയ് പരിപാടി, അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുന്ന പരിപാടി, അല്ലെങ്കിൽ ഈ പൊതിച്ചോറ് വിതരണം, കൊറോണയിലൊക്കെ ഞാൻ അതാ ചെയ്തത്. അപ്പൊ വീട്ടിലറിയാതെ പൊതിച്ചോറ് കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് ചെയ്തത്. അപ്പം പക്ഷെ എനിക്കൊരു പ്രോപ്പർ ജോലിക്ക് പോകാനുള്ള കഴിവില്ല. ഞാൻ അത്രയും സ്കോളറിൽ ഭയങ്കര, ഞാൻ PG ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും അത്രയും പഠിക്കാൻ എടുക്കുന്നില്ല. പക്ഷെ എനിക്ക് സിനിമ വിട്ട് വരാനും പറ്റില്ല. എന്നെങ്കിലും എനിക്ക് സിനിമ കിട്ടും. അത്ര ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ നിന്നത്. പക്ഷെ ഓരോ സമയം അല്ലെങ്കിൽ ഓരോ ഇതിങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴും അപ്പുറത്തിരിക്കുന്ന ഒരാള്, അയാൾക്കൊരു പടം ഹിറ്റാവുന്നു, നമ്മുടെ ഉള്ളിൽ അയ്യോ നമുക്കും ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും വരും മനുഷ്യേട്ടാ. എല്ലാവർക്കും ഈ ജീവിതത്തിൽ വരുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇത് കഴിഞ്ഞ് അപ്പം ഒരു പോയിന്റ് വരെ എനിക്ക് കൊറോണ ടൈമിൽ ഭയങ്കരമായിരുന്നു. കൊറോണ ടൈം കഴിഞ്ഞ് വേദ ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ശാരീരികമായിട്ട് വിട്ടു പിരിഞ്ഞൊരു സമയമായിരുന്നു. അപ്പം എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ആകെപ്പാടെ കൊടുക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. എൻ്റെ അച്ഛനെ കൊണ്ട് ഞാൻ ആശുപത്രി പോകുമ്പോൾ അവിടുത്തെ നേഴ്സ് പിള്ളേരാണെങ്കിൽ പോലും, ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടാ, ഇത് എൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രജനിയാന്ന് മമ്മൂട്ടിയാ. ഞാൻ മമ്മൂക്കയായിട്ട് ഞാൻ അഭിനയിച്ചത് അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്നാലും ഒരു പോയിന്റിൽ ഇപ്പം ഞാൻ വേദ ചെയ്തു, വേദ പ്രശ്നമായപ്പോ എനിക്ക് അടുത്ത പടമില്ല. ഇവരെന്നെ കാസ്റ്റ് ചെയ്യൂ? ഇല്ല. കാരണം അതിനകത്ത് ഇപ്പൊ ഞാൻ എൻ്റെ ഡയലോഗ് മോഡുലേഷൻ ആണെങ്കിലും എനിക്ക് തന്നെ കുറച്ച് കാരണം കാലത്തിനൊത്ത സാധനം അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയില്ല. അപ്പൊ അതിനുശേഷം ആൾക്കാരുടെ റിവ്യൂല് എനിക്ക് തോന്നി, അപ്പം എനിക്ക് അടുത്ത സിനിമയുണ്ടോ, വീട്ടില് പ്രശ്നം, കടം. അപ്പം ഇതെല്ലാം വന്നപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞടാ, എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ സിനിമ എനിക്കുള്ളതായിരിക്കൂല, ഞാൻ വേറെ ജോലി വല്ലതും ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വിത്തിൻ 2 days എനിക്ക് റിബലിൽ നിന്ന് കോൾ വരികയാണ്. റിബലിൽ ചെയ്ത് എനിക്ക് ഇത്രയും പടത്തിൽ നിന്ന് പോയി, ഇത്രയും ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പേഴ്സണലി ഞാൻ ഡെവലപ്പായി. പേഴ്സണലി ഇപ്പം ഇനി എന്റെ ഫ്രണ്ടിൽ ആര് വന്നിരുന്നാലും എനിക്കൊരു കോൺഫിഡൻസിന് കുഴപ്പം ഉണ്ടാവില്ല. അതെന്നെ ഇത്രയും ഒരു ജേണിയാണ് എന്നെ അത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ മനീഷന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഇനിയിപ്പോ ആരെന്റെ ഫ്രണ്ടിൽ ഇരുന്നാലും ഞാൻ കോൺഫിഡന്റ് ആണ്. ഞാൻ ഇടുന്ന വേഷത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണ്, എന്റെ സംസാരത്തിൽ കോൺഫിഡന്റ് ആണ്. ഇനി ഞാൻ ഭയങ്കര തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞാലും ശരി, ഇനി ഞാൻ എനിക്കുണ്ടെങ്കിൽ ശരി, ഞാൻ എന്റെ ഇതിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. കാരണം ഈ കോൺഫിഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ മനുഷ്യട്ടാ. ക്യാമറയിൽ നമ്മൾ പേടിച്ചാൽ അത് കണ്ടുപിടിക്കും, ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. അതിന്റെ മുമ്പിൽ കോൺഫിഡന്റ് ആവണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോൺഫിഡന്റ് ആവണം. റിബൽ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഞാൻ ഇടുന്ന ഡ്രസ്സിലാണെങ്കിലും എൻ്റെ വേഷവിധാനത്തിലാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ആരെങ്കിലും എന്നെ കളിയാക്കോ അങ്ങനത്തെ ഒരു ഇതുമില്ല. റിബൽ ചെയ്തപ്പം അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എൻ്റെ കടങ്ങളൊക്കെ തീർന്നു. ഞാൻ കുറച്ചും കൂടെ ലൂസാ. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാവരുടെ സ്പീച്ചും എല്ലാവരുടെ ഇന്റർവ്യൂസും കാണുന്നതാ. ഒരു സ്പീച്ചിൽ ധനുഷ് പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തിരിക്കുന്നവ ഓടണ കാര്യം നിങ്ങൾ നോക്കല്ല്, നീ ഓടണുണ്ടോ അത് മാത്രം നോക്ക്. എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് മനുഷ്യേട്ടാ, നായികൻ പോലൊരു വേദി കിട്ടാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു വേദി കിട്ടാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. ആ സ്ഥലത്ത് ഞാൻ നിന്നിട്ട് അവൻ അത് കിട്ടി എന്ന് പറഞ്ഞിട്ട് ചെയ്ത ദൈവം വന്ന് എന്റെ കരണക്കുറ്റിക്ക് അടിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ കരണക്കുറ്റിക്ക് അടിക്കും. അപ്പൊ നമ്മൾ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഞാനിപ്പോ മനീഷേട്ടനോട് ഇരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഞാൻ ഗ്രേറ്റ്ഫുള്ളാ. ഞാൻ ക്യൂല് മനീഷേട്ടൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഇന്റർവ്യൂ ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. മനീഷേട്ടനോടാണ് ഞാൻ ചോദിച്ചത്, മനീഷേട്ടൻ എന്നെ ഇന്റർവ്യൂ ചെയ്യുമോ എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ക്യൂല് ഇപ്പൊ മനീഷേട്ടൻ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പം ഇത് മനീഷേട്ടന്റെ ഇന്റർവ്യൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനി ഫെയിൽസ് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എങ്ങാനും ഓക്കെ ഇവന് കുഴപ്പമില്ല എന്നൊക്കെ തോന്നുമോ ഉള്ള കാര്യം നമുക്കറിയില്ല. അപ്പം ഇതിപ്പം ഞാൻ ചെയ്യുമ്പോൾ പോലും, ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ പോലും അപ്പുറത്തിരിക്കുന്ന ഓടിയ അവന് സന്തോഷം, അവന്റെ വീട്ടുകാർക്ക് സന്തോഷം, അവന്റെ കൂട്ടുകാർക്ക് സന്തോഷം. ഞാൻ ഓടണുണ്ടാ, എനിക്കത് മതി മനീഷേട്ടാ. ഈ ജേർണി കൊണ്ട് എന്നെ പഠിപ്പിച്ച് ചെയ്താ അതിനി ആരുടെത്തെങ്കിലും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. പ്രശ്നങ്ങൾ വരുമ്പോഴും അപ്പുറത്തിരിക്കുന്നവന് എന്തും കിട്ടും. നിനക്ക് 10 രൂപ കിട്ടുന്നുണ്ടോ, 100 രൂപ കിട്ടുന്നുണ്ടോ, യു ഷുഡ് ബി ഹാപ്പി വിത്ത് ദാറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ കംപ്ലൈന്റ് ചെയ്തോണ്ടിരുന്നാലേ കേട്ടോ ലൈഫ് മൊത്തം പൊട്ടി പാളിഷായി പോകും. അതെ. സിനിമയുടെ കാര്യത്തില് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഒരു തുടച്ചു ചോദിക്കാണ്. സിനിമയുടെ കാര്യത്തിൽ എപ്പോഴും ഈ പറഞ്ഞ നമുക്കൊരു സാമ്പത്തിക പിന്തുണ, അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഭയങ്കര ഫാക്ടറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആക്ടിങ് കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 വർഷം കാത്തിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തെ, നമ്മളുടെ ജീവിതം തന്നെ ഒരു ഭദ്രമായി മുന്നോട്ട് പോകുന്ന സമയത്തുണ്ടല്ലോ, അങ്ങനെ ഒരു സാധ്യത
ഭയങ്കര റിസ്ക് ആയിരുന്നല്ലോ അതെ. കഴിഞ്ഞ ഈ 9 വർഷം എന്ന് പറയുന്നത്. അതെ. സംഗതി ഈ വ്യക്തിപരമായിട്ട് എവിടെയാണ് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ തേടി ഇപ്പൊ എന്റെ നമ്പർ വരുന്ന പറഞ്ഞാൽ എന്നെ തേടി ഒരു പടം വരും, അല്ലെ കിങ്ഡത്തിൽ എത്തുന്നത് ശരിക്കും അത് വിടാതെ പിന്തുടർന്നൊരു നിശ്ചയദാർഢ്യത്തിലാണ്, അതെ. വിട്ടുകൊടുക്കില്ല എന്ന് അതെ. പറയുന്നത്. ആ ഒരു കോൺഫിഡൻസ് വെച്ചാൽ മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. അത്രേ ഉള്ളൂ. എന്താണ് അവിടെ? അത്രേ ഉള്ളൂ മനുഷ്യേട്ടാ. ഇപ്പം എന്റെ കൂടെ ഉള്ള പല വ്യക്തികൾക്കറിയാം, അവര് ഫിനാൻഷ്യലി വെൽത്ത് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ വീട്ടുകാർ എനിക്ക് 2 വർഷമാണ് സമയം തന്നത്, അതിനകത്ത് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന ഒരാളാണ്. ഇതുവരെ എന്റെ വീട്ടുകാര്, എടാ പടം ഡ്രോപ്പായി, നിനക്ക് വിധിച്ചിട്ടുള്ളതല്ല സിനിമ, നീ എന്തെങ്കിലും ജോലി ചെയ്ത് നിന്റെ ഒരു ഭാവി നീ നോക്കുന്ന എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല മനുഷ്യേട്ടാ. എന്നെ 28 വയസ്സ് വരെ ഞാൻ എന്റെ അമ്മയുടെ കാശ് അല്ലെങ്കിൽ അച്ഛന്റെ കാശിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനൊരു സിനിമ കണ്ടിട്ടുള്ളത് കൂട്ടുകാരന്മാർ എന്നെ കൊണ്ടുപോയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഫാമിലി ഉണ്ട്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ട്രൈ ചെയ്തുവിടാ? ഇന്ന് ഇത്രയും അവസരം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തില്ലെങ്കിൽ അത് ഞാൻ ഈ കലയോട് ചെയ്യുന്ന ഒരു അനീതിയായി പോകും. കാരണം എനിക്ക് എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഒരു ഭാഗ്യമാണ്. ഞാൻ എത്ര കൊല്ലം എനിക്ക് സിനിമ ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ മനുഷ്യട്ടാ, എത്ര സിനിമ ഞാൻ ചെയ്യുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ സിനിമ ചെയ്യും. അതാണ് കാരണം. എനിക്ക് ഒരു പ്രഷറും ഇല്ല, എന്റെ വീട്ടിൽ നിന്ന് പ്രഷറില്ല, നാട്ടിൽ നിന്ന് പ്രഷറില്ല, ഒന്നുമില്ല. അടുത്ത എന്തെങ്കിലും സിനിമ കിട്ടും, ഞാൻ നായകനാവും, ഞാൻ സ്റ്റാർ ആവും. അത് തന്നെയാണ് മനുഷ്യട്ടാ. അത് സറൗണ്ടിങ്സ് ആണ്, അത്രേ ഉള്ളൂ. ഈ വെങ്കടേഷില് സിനിമ നിറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ അച്ഛനമ്മമാര്, ഞാൻ പലപ്പോഴും വീഡിയോ കണ്ടിട്ടുണ്ട്, അതായത് വെങ്കടേഷിന് മീതെയാണെങ്കിൽ ആഗ്രഹമുള്ളൂ, അവരെല്ലാ കാലത്തും, അതായത് വെങ്കടേഷ് ആഗ്രഹിക്കുന്നതിന് മുകളിലേക്ക് വെങ്കടേഷിനെ പ്ലേസ് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ താരമാകണം എന്നുള്ള, അഭിനേതാവണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഈ നിങ്ങൾക്ക് ഒരുപോലെ ഈ ഇത് സിനിമ എന്നുള്ള സ്വപ്നാവുന്നത് എവിടെയാണ്? എങ്ങനെയാണ് അത്? അവരിലെ ആഗ്രഹത്തിൽ തുടങ്ങിയതാണോ, അല്ലെങ്കിൽ വെങ്കടേഷിന്റെ ആഗ്രഹം അവര് ഏറ്റെടുക്കുന്നതാണോ? അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല മനുഷ്യേട്ടാ. ഞങ്ങള് ഭയങ്കര ഫാമിലി പരമായിട്ട് ഭയങ്കര തലൈവർ ഫാൻസാ. ഞങ്ങള് ഭയങ്കര രജനി ആരാധകരാ. ഇപ്പോഴും ഓർമ്മയുണ്ട്, മീശ മാധവനും ബാബ ഇറങ്ങിയപ്പം അച്ഛൻ എന്നെ ബാബയ്ക്കാ കൊണ്ടുപോയത്. അപ്പൊ മറ്റേ രജനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫാസിനേഷനാ. ഞങ്ങൾക്ക് അതേ ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് ഫുഫോ എന്നൊക്കെ കാണിക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ മനുഷ്യേട്ടാ. അപ്പം ഒരു പോയിന്റ്, ഞാൻ 4ാം ക്ലാസ് വരെ ഫാൻസി ഡ്രസ്സിന് കയറിയിട്ടുള്ളൂ. അപ്പം എനിക്കും അറിഞ്ഞൂടാ ഞാൻ സിനിമയിലാണോ എന്നുള്ള കാര്യം. 10th വരെ പഠിച്ചു. 10th കഴിഞ്ഞിട്ട് ആരോ പറഞ്ഞ കേട്ട് ഞാൻ സയൻസ് എടുത്തു. സയൻസ് എടുത്തത് വേറൊരു സ്കൂളിലാണ്. ആ സ്കൂളിൽ ടൈയും മറ്റേ ഷൂസും അങ്ങനത്തെ പരിപാടി ആയത് കാരണം ഞാൻ അവിടെ നിന്ന് മാറി ലാലേട്ടൻ പഠിച്ച് മോഡൽ സ്കൂളിൽ പോവാണ്. ഈ മോഡൽ സ്കൂളിൽ പോയപ്പോ എന്ന് വെച്ചാൽ ഭയങ്കര ലിബറലാ, സ്ട്രിക്റ്റ് അല്ല. പയ്യന്മാരുമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പടങ്ങൾ കാണുന്നു. അന്നാണ് ബെസ്റ്റ് ആക്ടർ ഇറങ്ങുന്നത്. ഈ ബെസ്റ്റ് ആക്ടർ പടമാണ് മനുഷ്യട്ട് അൾട്ടിമേറ്റ്ലി. ഇത് ഇങ്ങനെ കണ്ടിട്ടാണ് നമുക്ക് ഇത്രയും ആൾക്കാർ പോകുന്നു. മമ്മൂക്ക വരുമ്പോ കയ്യടി വരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു പരിപാടി ഓൾറെഡി രജനീകാന്തിന്റെ ഒരു സാധനം നമ്മുടെ ഉണ്ട്. ബെസ്റ്റ് ആക്ടർ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് വേറെ ഒന്നിലും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഒന്നിലും താല്പര്യമില്ല. ആക്ടിങ് കൊള്ളാം. അങ്ങനെ +2 കഴിഞ്ഞ് ബികോമിലായപ്പോഴാണ് കുറച്ചും കൂടെ താല്പര്യം വന്നത്. ബികോം ടൈമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വിധി ഉണ്ടെങ്കിൽ ഞാൻ സിനിമാക്കാരനാവും. അതുകൊണ്ട് ഞാൻ ഓഡീഷൻ ഒന്നും പോകാറില്ല. ഇപ്പൊ ഗോലി സോഡ എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ ഇറങ്ങിയപ്പം അതിൽ പലരെയും കാസ്റ്റ് ചെയ്തത് ഡയറക്ടർ വഴി കൂടെ പോയപ്പോ കണ്ട് കാസ്റ്റ് ചെയ്തതാ. അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ വഴി കൂടെ പോകുമ്പോ ആരെങ്കിലും നമ്മളെ കാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. തിരുവനന്തപുരത്ത് ഷൂട്ട് കുറവാ. അതെ, തിരുവനന്തപുരത്ത് ഷൂട്ട് കുറവാ. കൊച്ചിയിലേക്ക് കൂടുതൽ ആക്റ്റീവ് ആയ സമയമല്ലേ? അതെ. എന്നാലും ഒരു സാധ്യത നമ്മളിങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കി നമ്മൾ ആരും വിളിക്കില്ല. അപ്പൊ ഒരു പോയിന്റ് എത്തിയപ്പോ മനസ്സിലായി. ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ സിനിമയാണ് താല്പര്യം. ശരി നീ പൊക്കോ, പക്ഷെ PG എടുത്തോ, MCOM എടുത്തോ എന്ന് പറഞ്ഞു. MCOM എടുത്തു. MCOM എടുത്തതിന് ശേഷം ഞാൻ സജീവമായിട്ട് ഉള്ള ഓഡീഷൻസ് എല്ലാം നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്ത്, അത് ഇതേപോലെ ഓരോ അസിസ്റ്റൻസിനും അസോസിയേറ്റ്സിനും മെസ്സേജ് അയച്ച് അങ്ങനത്തെ ഒരു പരിപാടി തള്ളി നീക്കിയത്. അതെ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഇപ്പം കുറേ ഡിസ്കഷൻ നടത്തി, കഥ കേട്ട്, നമ്മളുടെ ഫോട്ടോ വെച്ച് ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ഒരു പ്രൈമറി പോസ്റ്റേഴ്സൊക്കെ കാണിച്ചിട്ടുള്ള സിനിമ ഒരു ഘട്ടം മുതൽ നമ്മളിൽ നിന്ന് തെന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ സംഗതി ഒന്നിൽ കൂടുതൽ തവണ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു വിഡ്രോവൽ അല്ലെങ്കിൽ പിൻവാങ്ങി കുറച്ചുകൂടി മറ്റൊരു ജോലിയിലേക്ക് പോയിട്ട് ഇത് സമാന്തരമായിട്ട് കാണാം, ഇതല്ലെങ്കിൽ ഒരു പകുതി ആക്കാന്നൊക്കെ ഉള്ള തോന്നുന്ന മൊമെന്റ് ഉണ്ടായിരുന്നോ? എന്നുവെച്ചാൽ ആ പറയുന്ന ഒരു നിരാശപ്പെടലിന്റെ സമയത്തും കുടുംബമാണോ കൂടെ ഉണ്ടായിരുന്നത്? അതേട്ടാ. എനിക്ക് എൻ്റെ 3 പടം പോയിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതേപോലെ ഒരു പടത്തിൽ ഓഡീഷൻ ചെയ്ത് ഇവരെന്നെ കാസ്റ്റ് ചെയ്തു. 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത്, എടാ ഈ പടം നടക്കൂല എന്ന്. വീട്ടില് അന്ന് കട്ടപ്പന ഋത്തിക് റോഷൻ ഇറങ്ങിയ സമയമാണ്. വീട്ടില് വണ്ടിയിൽ വരുമ്പോൾ ഞാൻ കരഞ്ഞോണ്ടാ വരുന്നത്. അപ്പൊ ഒരു പോയിന്റ് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞു, അന്ന് മെച്യൂരിറ്റി കുറവാ.
അപ്പൊ പറഞ്ഞു എടാ കുഴപ്പമില്ലടാ ഇത് പോയാൽ വേറെ നിനക്ക് വരും. അങ്ങനെയാണ് ഞാൻ ഈ ചാൻസ് ചോദിക്കുന്നത് ഫേസ്ബുക്ക് വഴി. അങ്ങനെയാണ് എനിക്കിത് കിട്ടുന്നത്. അത് കഴിഞ്ഞ് മനുഷ്യേട്ടാ എനിക്ക് നായിക കഴിഞ്ഞപ്പം കുറെ പേര് നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നു. നായകനായിട്ട് നമ്മളെ കാസ്റ്റ് ചെയ്ത് പടം വരുന്നു, അതിന് പ്രൊഡ്യൂസർ വരുന്നു. അപ്പം ഇത്രയും ഒരു സ്റ്റേജ് എത്തുമ്പോഴേ മനുഷ്യേട്ടാ നമുക്ക് അത്രയും സന്തോഷമായിരിക്കും. കാരണം അന്നെന്റെ പ്രായം വളരെ ചെറുതാ. അപ്പം അങ്ങനെ നിന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് പോയ സമയത്ത് ഞാൻ മാനസികമായിട്ട് തളർന്നുപോയി. മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ ഈ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ കരഞ്ഞത്. ഇവിടെ വന്ന് പടം എൻ്റെ നിന്ന് പോയെന്ന് പറഞ്ഞപ്പം കരഞ്ഞ് ഇല്ല എനിക്കിനി ഞാൻ എന്ത് ചെയ്യും, എനിക്കിനി ഒന്നുമില്ല, സീറോന്ന് തുടങ്ങണം. വീണ്ടും ഞാൻ ചാൻസ് ചോദിച്ചു, ഈ സീറോന്ന് തുടങ്ങുന്നതാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ സ്ട്രഗിള്. അല്ലാതെ ഈ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നതൊന്നും അല്ല. സീറോന്ന് വീണ്ടും തുടങ്ങി, വീണ്ടും വരുന്നു, വീണ്ടും അടി കിട്ടുന്നു. പേടിയായി തുടങ്ങി മനുഷ്യേട്ടാ. എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. ഞാൻ രക്ഷപ്പെടോ, എനിക്ക് സിനിമ വരോ, അല്ലെങ്കിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ ഓക്കെ ആവൂല, ഷൂട്ട് ചെയ്തത് റിലീസ് ആവോ. അപ്പം ആ പേടികളും ഭയങ്കര ട്രോമയും. എനിക്ക് സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് പേടിയാ. അത് കാരണം ഇവന് സാറ്റലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാത്തത്. ഇവന് സാറ്റലൈറ്റ് ഇല്ല, സാറ്റലൈറ്റ് ഉള്ള ഒരു ഹീറോനെ വയ്ക്കുക, സാറ്റലൈറ്റ് ഉള്ള ഒരു ഹീറോനെ വയ്ക്കെന്ന് പറഞ്ഞിട്ട് അത് എന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ തലയിൽ എനിക്കത് തന്നിട്ടുണ്ട്. സാറ്റലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവര് പറയുന്ന ന്യായമാണ്. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യല്ലേ, ചുമ്മാ പൈസ ഇടാൻ പറ്റില്ലല്ലോ. അവര് ചാരിറ്റി ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. അവരെ സൈഡിൽ നോക്കുമ്പോൾ ന്യായമാണ്. പക്ഷെ ഇതൊരു ട്രോമയായിരുന്നു തന്നെ. അപ്പം ഒരു പോയിന്റ് ഇപ്പം 2 പടം പോയപ്പോഴും എനിക്ക് വേദ തളർന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ വേറെ പടമില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. അപ്പം വേറെ പടം വേറെ ജോലി ചെയ്യാം എന്ന് പറഞ്ഞത് എനിക്ക് സിനിമ തന്നു മനുഷ്യേട്ടാ. ഞാനിപ്പം എനിക്ക് സിനിമ തരും. ഞാൻ അത്രയും പ്യുവർ ആയിട്ടാണ് ഞാൻ ഇതുവരെ മനുഷ്യട്ട നായിക കഴിഞ്ഞപ്പോഴും എനിക്ക് സിനിമകൾ വന്നിട്ടുണ്ട്, എനിക്ക് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ട്. പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഇതുവരെ മനുഷ്യട്ട ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത സിനിമകൾ ചിലപ്പോൾ പൊളിഞ്ഞിരിക്കാം, പക്ഷെ ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്തതാ. ഞാൻ ഒരിക്കലും എനിക്ക് ഇത്രയും രൂപ തരും, പൈസ വെക്കാം, വീട് വെക്കാം, ഇല്ല. ഞാൻ അങ്ങനെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെ എനിക്ക് വീട് വെക്കണം എന്ന് ഞാൻ എന്റെ വീട് വെച്ചിട്ടില്ല. വീട് പൊളിഞ്ഞാ കിടക്കുന്നത്. പക്ഷെ ഞാൻ ഈ സെപ്റ്റംബറിൽ വെക്കാൻ പോവാ. അതെന്റെ ലൈഫ് അച്ചീവ്മെന്റാ, അതെന്റെ അടുത്തൊരു ജേഴ്സി മൊമെന്റാ. ഇതെല്ലാം എനിക്ക് സിനിമയാ തന്നത്. ഞാൻ അത്രയും ജെനുവിൻ ആയതുകൊണ്ടാണ് ഇത്രയും എനിക്ക് ലക്ക് ഉണ്ടാകുന്നത്. ഇത്രയും എനിക്ക് സിനിമ, ഞാൻ എന്റെ മോശം പെർഫോമൻസ് ആണെങ്കിൽ പോലും എനിക്ക് സിനിമ വന്നിട്ടുണ്ട്. ഒരു സിനിമ ഇല്ലാത്തൊരു മോശം സമയത്ത് വേറൊരു ജോലിക്ക് പോയാലോ എന്ന് പറയുമ്പോൾ പോലും എനിക്ക് സിനിമ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മീഡിയത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് എന്റെ വീട്ടുകാരെ എത്ര ഇഷ്ടം അതോ അത്ര ഇഷ്ടമാണ് എനിക്ക് സിനിമ. ഞാൻ ചിലപ്പോൾ ഒരു ഭയങ്കര മികച്ച അഭിനേതാവൊന്നും ആയിരിക്കൂല, പക്ഷെ ഞാനിത് അത്ര സന്തോഷിച്ച് ചെയ്യുന്നതാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാ. അതെ. അപ്പം ഏതൊരു പോയിന്റിലും എനിക്ക് ഈ വേദ സമയത്താണ് കൂടുതലും എനിക്ക് വന്നത്. ഇങ്ങനെയാണ്, വേറെ ജോലി പോവാ, അമ്മ മാത്രമേ ഉള്ളൂ, എനിക്കിനി അമ്മേനെ നോക്കണം, വീട് വെക്കണം. ഈ വധശേഷം എനിക്ക് അധികം ഇതിന് ആലോചിക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും വേദയുടെ ട്രെയിലർ കണ്ടാണ് എനിക്ക് റിബല് വരുന്നത്. പടം കണ്ടിട്ടില്ല അവര്, ട്രെയിലർ കണ്ടിട്ടാണ് എനിക്ക് റിബല് വരുന്നത്. ബ്രോ ഇങ്ങനെ ഒരു പടമുണ്ട്, സ്റ്റുഡിയോ ഗ്രീൻ ആണ്, ജി പ്രകാശ് കുമാർ. ഓക്കെ, അതെ റിബല് കണ്ടിട്ടപ്പോഴത്തേക്ക് റിബല് കണ്ടിട്ട് കിങ്ഡം വരുന്നു. അതെ. ഇതിൽ ഏതെങ്കിലും ഇപ്പൊ വെളിപാടിന്റെ പുസ്തകം ഞാൻ കട്ട് ചെയ്ത് വിട്ടാൽ പോലും ഞാൻ ഇവിടെ വരൂല. ഇത് ഒരു ഡയലോഗും ഇല്ല എന്ന് പറഞ്ഞ വെളിപാടിന്റെ പുസ്തകമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ എല്ലാ അർത്ഥത്തിലും വളരെ നിസ്വാർത്ഥമായിട്ട് ആഗ്രഹങ്ങളെ പിന്തുടരുന്നു, അതിലേറ്റവും സത്യസന്ധത പുലർത്തി. ഇപ്പൊ ഈ പറയുന്ന സിനിമ നന്നായോ അല്ലെങ്കിൽ സിനിമ തിയേറ്റർ റിജക്ട് ചെയ്യപ്പെട്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടേ ഇല്ല എന്നാണല്ലോ വെങ്കടേഷ് പറയുന്നത്. ഇപ്പം ഈ തെലുങ്കിൽ ഏറ്റവും ഈ പറയുന്ന പ്രീ റിലീസിൽ മലയാളികൾക്ക് ഏറ്റവും കണക്ട് ആയ ഒരു സംഗതിയായിരുന്നു അവിടുത്തെ സ്പീച്ച്. അത് ശരിക്കും ഉള്ളു തുറന്ന് സംസാരിക്കുകയായിരുന്നു. അതിൽ തന്നെ ഈ 9 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വേണ്ടി ഒരു കാരവൻ തുറന്നു എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ ഏതൊരു എന്താ പറയുക, സിനിമയിൽ തൽപരനായിട്ടുള്ള സിനിമ ലക്ഷ്യമിടുന്ന ഒരാളുടെയും മുന്നിലുള്ള ഒരു ആഗ്രഹങ്ങളെല്ലാം വഴി തുറക്കുന്ന പോലെയാണല്ലോ. ഈ പറഞ്ഞ കിങ്ഡത്തിന്റെ കാര്യത്തിൽ, ഈ കിങ്ഡത്തിന്റെ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് കിങ്ഡത്തിന്റെ കാര്യത്തിൽ പെർഫോമറെ കൂടി ഫൈൻ ട്യൂൺ ചെയ്യാൻ, അല്ലെങ്കിൽ പെർഫോമറെ കൂടി കണ്ടെത്തുകയാണല്ലോ. ഇപ്പം വെങ്കടേഷ് പറയുമ്പോൾ ഓരോ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഈ പോരായ്മകൾ ഉണ്ടായിരുന്നു, എൻ്റെ മോഡുലേഷനിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ സ്വയം വിലയിരുത്തുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. നേരത്തെ ആഗ്രഹത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നു, അത് കഴിഞ്ഞ് ആക്ടറെ കണ്ടെത്തുകയാണല്ലോ. ഇപ്പൊ കിങ്ഡം കാണുന്ന സമയത്ത് എനിക്കും പേഴ്സണലി ഉറപ്പായും ഗംഭീര ആക്ടറാണല്ലോ, അല്ലെ ഈ പറയുന്ന ഇത്രയും വലിയ ക്യാരക്ടർ ഇയാള് പുൾ ഓഫ് ചെയ്തല്ലോ. നമ്മൾ ഇതിനു മുമ്പ് വെങ്കടേഷിനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ. ഇപ്പൊ ഉറപ്പായും ഈ പറയുന്ന ക്ലിപ്പിംഗ്സ് നായികനുമായി ബന്ധപ്പെട്ട് കണ്ടു. പക്ഷെ അതെല്ലാം ഈ പറയുന്ന ഒരു റീക്രിയേറ്റിംഗ് ആണ്. ഇതിലൊരു ക്യാരക്ടറിനെയാണ് ഈ പറയുന്ന അതിന്റെ വലിപ്പം, അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ഒരു ക്രൗര്യം, ഇതെല്ലാം ഇപ്പൊ ഈ ക്ലൈമാക്സിന്റെ ഒക്കെ ആ ഹെവി സീൻസിലൊക്കെ ഇത് പുൾ ഓഫ് ചെയ്തല്ലോ, ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സംഗതി തോന്നുന്നുണ്ടല്ലോ.
ഈ പറഞ്ഞ എങ്ങനെയാണ് ഈ പെർഫോമർ എന്നുള്ള രീതിയിൽ ഈ ഒരു മെച്ചപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇപ്പൊ ഉറപ്പായി ഈ ക്യാരക്ടർ വെങ്കടേഷിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നാണ് എല്ലാവരും പറയാം. ആ ഭദ്രമാക്കിയത് എങ്ങനെയാണ്? വലിയ ചോദ്യമാണ്. അതെ അതെ മനുഷ്യട്ടാ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോഴും ഞാൻ സ്റ്റാൻഡപ്പ് മുതൽ ഇപ്പം ഞാൻ എല്ലാ റിവ്യൂ ഞാൻ കാണുന്ന ഒരാളാണ് മനുഷ്യട്ടാ. എനിക്ക് പലർക്കും ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ റിവ്യൂ കണ്ടു, അപ്പം നിങ്ങൾ ഇങ്ങനെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞു, എവിടെയാണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത്, എവിടെയാണ് ഞാൻ എല്ലാവർക്കും ഇപ്പൊ മൂവി സ്ട്രീറ്റ്, സിനിമ പാരഡൈസ് ക്ലബ്ബ് തൊട്ട് ലെൻസ്മാൻ തൊട്ട് സുധീഷ് ചേട്ടാ, അങ്ങനത്തെ പല റിവ്യൂവേഴ്സിനും ഞാൻ മെസ്സേജ് ചേട്ടാ ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. എന്റെ ഓരോ പടം ഇറങ്ങുമ്പോഴും ഞാൻ ഇവരുടെ അടുത്ത് പറയും, പടം ഒന്ന് കാണണം, കണ്ടിട്ട് പറ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, അതോ വീണ്ടും പാളിയോ, ഞാൻ വീണ്ടും തുടങ്ങണോ, എല്ലാവരുടെ അടുത്തും ഞാൻ പറയും. എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴും ഇത് ഇങ്ങനെയാണ്. എന്നാലും എനിക്ക് വേദവരെയും എനിക്ക് എൻ്റെ ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ട് ഇവർ എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ന്യൂട്രൽ കിട്ടിയത് റിബല. കാരണം റിബലിന് ഞാൻ കുറച്ചും കൂടെ സ്വതന്ത്രനായിരുന്നു. അപ്പം അതിൽ ഡയലോഗ് വന്നപ്പോഴും ഇപ്പം വേദയിൽ ഞാൻ യൂസ് ചെയ്ത ഈ ഡ്രമാറ്റിക് ഡയലോഗ് മാറ്റി ഞാൻ കുറച്ചും കൂടെ ലൈവ് ആയിട്ടുള്ള ഡയലോഗ് യൂസ് ചെയ്യണം എന്നുള്ളത് അത് ഇതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസാ. അപ്പം അതിങ്ങനെ യൂസ് ചെയ്ത് ഓരോ ആൾക്കാരും കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ഒരു പ്രോസസ് ആയിരിക്കും. ഓരോ ആക്ടർക്ക് ഓരോ പ്രോസസ് ഉണ്ടല്ലോ മനുഷ്യട്ടാ. അപ്പം ഇത് ഇങ്ങനെ ഒരു പ്രോസസ് ആയിരിക്കും. അപ്പം കിങ്ഡം ചെയ്തപ്പം അൾട്ടിമേറ്റ്ലി ഞാൻ ഗൗതം സാറിനെ ട്രസ്റ്റ് ചെയ്താ ചെയ്തത്. പിന്നെ ഇത്രയും നാളെ ഞാൻ എന്ത് പോരായ്മ കാണിച്ചെന്ന് എനിക്കറിയാം മനുഷ്യട്ടാ. ഇപ്പൊ ഞാൻ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്ന് അല്ലെങ്കിൽ ഞാനിപ്പം ഡയലോഗ് പറയുന്നു, ആ ഡയലോഗിൽ എന്തെങ്കിലും മോശമുണ്ട്, തട്ടിക്കൂട്ടി പറയുന്നതാണെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവും. ഞാൻ പറയും സാർ എനിക്ക് 1 more കൂടെ വേണം, എനിക്ക് പണ്ട് ഞാൻ 1 more ചോദിക്കില്ല മനുഷ്യട്ടാ. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. എനിക്ക് പണ്ട് ഒരു 2 or 3 ടേക്ക് പോയാൽ എന്റെ ഉള്ളിങ്ങനെ പേടിക്കും, അയ്യോ ഇത്രയും ആൾക്കാർ നോക്കുന്നത്, എനിക്ക് വേറെ പടം കിട്ടൂല, ഇവ ഒരുപാട് ടേക്ക് എടുക്കുന്നൊക്കെ പറയും. എനിക്കിപ്പോ അതില്ല മനുഷ്യട്ടാ. അതായത് സൂപ്പർ ഡീലക്സ് പടം ചെയ്തപ്പം വിജയ് സേതുപതി പറഞ്ഞിട്ടുണ്ട് എത്രയോ ടേക്കാണ് അവരെടുത്തത്. അപ്പൊ കൂടെ ഉള്ള ഒരാൾ വിജയ് സേതുപതിയുടെ അടുത്ത് പറഞ്ഞു സോറി. വിജയ് സേതുപതി പറഞ്ഞു എന്തിന് സോറി, നീ 50 ടേക്ക് എടുത്ത് 60 ടേക്ക് എടുത്ത് ഷോർട്ട് ഓക്കെ ആയിപ്പോലെ, ഇതല്ലേ ഓഡിയൻസ് കാണുന്നത്. അപ്പൊ ആ മൈൻഡ് സെറ്റ് ആണ് മനുഷ്യട്ടാ. എനിക്കിപ്പോ 3 or 4 or 5 ടേക്ക് എടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയില്ല. എന്റെ ഉള്ളിൽ ഞാൻ ഡയലോഗ് മര്യാദയ്ക്ക് റെൻഡർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ എന്തെങ്കിലും മിസ്മാച്ച് ചെയ്ത് തട്ടിക്കൂട്ടി ഒരുമാതിരി എല്ലാരെയും കാണിക്കാൻ വേണ്ടി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ ഞാനത് ചെയ്തിട്ടില്ല. അത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് ഞാൻ തെറ്റിച്ചാൽ ഞാൻ പറയും സാർ എനിക്ക് 1 more വേണം, എനിക്ക് തെറ്റിച്ചാൽ ഞാൻ പറയും എനിക്ക് 1 more വേണം, പറഞ്ഞ് ചോദിച്ച് ഞാൻ ചെയ്ത സിനിമയാണ് കിങ്ഡം. പക്ഷെ ലക്കിലി എല്ലാ റിവ്യൂസിലും എല്ലാരും എന്റെ പേര് എല്ലാരും മെൻഷൻ ചെയ്യുമെന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും മെൻഷൻ ചെയ്തു മനുഷ്യട്ടാ, എല്ലാരും മെൻഷൻ ചെയ്ത് ഇവൻ കൊള്ളാം എന്നുള്ള രീതിയിൽ റിവ്യൂന് ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് പറയുമല്ലോ. അപ്പൊ ഞാനിത് കണ്ടിട്ടുണ്ട്. മറ്റേ വില്ലൻ പയ്യൻ കൊള്ളാം, നമ്മളെ വെങ്കി, അത് എന്റെ കടയിലെ പേര് സുടസുട ഇഡ്ലി എന്നാണ്. അപ്പൊ ഒരു ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സുടസുടയിലെ പയ്യൻ അവൻ കിടില, സത്യം. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് എല്ലാരും എടാ ഓക്കെയാണ് മനസ്സിലാവണം. അപ്പം ഇനിയും ഇത് ചെയ്യുമ്പം ഇതേ പ്രോസസ്സിൽ നമുക്ക് ഒരു കള്ളം പറയാതെ നമ്മള് എത്രയാണ് ഓണസ്റ്റ് ആവുക എന്നുള്ളത് ഞാൻ പഠിച്ചു മനുഷ്യട്ടാ. ഈ സിനിമയുടെ കാര്യത്തിൽ നമുക്കറിയാം വിജയ് ദേവരകൊണ്ടയുണ്ട്, സത്യദേവ്. നമുക്കറിയാം വിജയ് ദേവരകൊണ്ട എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ സ്റ്റോർ. സത്യദേവ് ഒരു ഭയങ്കര ഫൈനസ്റ്റ് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ വേറെ രീതിയിലുള്ളതാ. ഇവർക്ക് പ്രതിനായകത്തുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഇപ്പുറത്ത് മുരുകൻ ഉള്ളത്. ശരിക്കും ഇവരുമായിട്ടുള്ള അങ്ങനെ ഒരു കോമ്പിനേഷൻ സീനിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സല്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരു നമ്മൾ പറയില്ലേ ഒരു ഭയങ്കരമായ വില്ലൻ എന്ന് പറയാവുന്ന ഏത് അക്രമവും നടത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണല്ലോ പ്ലേസ് ചെയ്യപ്പെടുന്നത് ഇനീഷ്യലി. കാരണം അങ്ങനെയുള്ള നെറേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഈ പെർഫോമൻസിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതും മുൻപ് ചെയ്തിട്ടില്ലാത്ത ഒന്നാണല്ലോ. ഈ ഒരു ഫുൾ ലെങ്തിൽ ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരുപാട് സിനിമകൾ കണ്ടു. നേരത്തെ ഈ പറയുന്ന കണ്ട രജനീകാന്ത് സിനിമകളിലെല്ലാം ഈ രഘുവരൻ പോലെ അല്ലെ പ്രകാശ് രാജ് പോലെ ഇപ്പുറത്തെ ഒരാളുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ എത്രയോ തവണ അപ്പുറത്ത് കണ്ടിട്ടുള്ളതാണല്ലോ. ഈ പറയുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വില്ലൻ, പ്രതിനായകൻ എന്ന് വെച്ചാൽ നായകനോളം വളരുന്ന പ്രതിനായകൻ. ഇതിലെങ്ങനെയായിരുന്നു അത് പെർഫോമൻസ്, ഇവർക്കൊപ്പം ഉള്ള ഒരു കോമ്പിനേഷൻ ചെയ്യുന്ന ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? ആദ്യം ഒന്ന് പതറി മനുഷ്യട്ടാ. പതറി ഇൻ ദ സെൻസ് ഡയലോഗ്, ഫെമിലിയർ തെലുങ്കാണല്ലോ. അതെ, എന്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സെറ്റിൽ എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം ഫസ്റ്റ് എനിക്ക് തരുന്നത് പ്രോംപ്റ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ 1 on 2 1 on 1 ടക്ക 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 അതേ സ്പീഡിൽ പറയണം. ദേഷ്യം പ്രോംപ്റ്റിംഗ് ഇല്ല. അപ്പൊ ഈ സ്പീഡിൽ പറയണം. അപ്പൊ ചില കടിച്ച പൊട്ടാത്ത വാക്കുകളുണ്ട്, നാവില് വരുന്നില്ല. അതൊന്ന് പതറി ഞാൻ. പക്ഷെ എനിക്ക്
പ്രീസ്റ്റ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പേടിച്ച പേടി എനിക്ക് ഇവിടെ ഇല്ല. എനിക്കത് മനസ്സിലായി. ആ പേടിയാണ് എനിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ ഇല്ല, എനിക്ക് ആരെയും പേടിയില്ല. അപ്പുറത്ത് നിൽക്കുന്നത് ആരാ? ഇതൊരു ആക്ടർ. ഞാൻ ഈ പടത്തിലെ ഹീറോ. എന്റെ അതായത് ഈ പറയുന്ന ഡയറക്ടർ ആ രീതിയിൽ ഒരു ബ്രീഫ് തന്നു കഴിഞ്ഞു. മുരുകനാണ് മുരുകന്റെ ലോകത്തെ നായകൻ. അതെ, എനിക്ക് തന്നു മുരുകനാണ് ഹീറോ. ഈ സീൻ എന്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞത്, മനുഷ്യട്ടാ എനിക്കൊരു പോയിന്റ് ഇല്ല, നീ ഇവിടെ നിന്ന് പറയണമെന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല, ഞാൻ ഇങ്ങനെ പോകും, ഇവിടെ പോയി അവിടെ പോയി അവിടെ പോയി. എനിക്ക് അത്രയായിരുന്നു. വേറെ രീതിയിൽ നോക്കുവാണെങ്കിൽ അയാള് ഇടപെടുന്ന മേഖലയല്ല അയാളുടെ കിങ്ഡമാണ്, അയാളുടെ സാമ്രാജ്യത്താണല്ലോ. ബാക്കിയുള്ളവർ അങ്ങോട്ട് വരുന്നവരാണ്. അയാൾക്ക് എങ്ങോട്ടും പോവാം, ആരുടെ തോളയിലും കൈവെക്കാം, ആരോട് സംസാരിക്കാം എന്ന് പറയുന്നത് അല്ല, അതൊരു പെർഫോമൻസിൽ ഭയങ്കര ഒരു ലിബർട്ടി ആണല്ലോ. അതെ അതെ, ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യണം എന്നുള്ളതില്ലായിരുന്നു. ഇവിടെ നിന്ന് മാറി ഇപ്പം വിജയ് സാറുമായിട്ട് അല്ലേ, സത്യദേവും വിജയ് സാറും ഭയങ്കര പെർഫോമറാ, ഭയങ്കര കിടിലൻ പെർഫോമറാ. അപ്പം ഇവർക്ക് തെലുങ്ക് ഇവർക്ക് കുറച്ചും കൂടെ ഫ്ലുവന്റാ. അപ്പം ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു സത്യദേവ് അദ്ദേഹത്തുമായിട്ട് എന്റെ ഒരു ക്ലോസ് വെച്ചു, ഞാൻ ചെയ്തു. എന്റെ സജഷനിൽ വെച്ചപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു, പതറി. അപ്പൊ സത്യദേവ് എന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ നേരത്തെ പറഞ്ഞില്ലേ ക്ലോസിൽ, അതേപോലെ പറയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, ഓക്കെ എന്ന്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി. പിന്നെ എനിക്ക് ഇവരുടെ മുമ്പിൽ പതർച്ച അങ്ങനത്തെ ഒരു സാധനം ഇല്ല കേട്ടാ. ഇവരിയ്ക്കുമ്പോ ഞാൻ ഇവരുടെ അടുത്ത് കസേരയിലിരിക്കും. ഇതൊന്നും എനിക്കില്ലായിരുന്നു മുമ്പ്. ഇത് എനിക്ക് പേടിയായിരുന്നു, ഇത് ആരെങ്കിലും നമുക്ക് മോശമല്ലേ. ആ കംഫർട്ടബിലിറ്റി അവര് തന്നു, ആ കംഫർട്ടബിലിറ്റി ഞാനും എടുത്തു. അതിൽ രണ്ട് ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് വെങ്കടേഷ് എന്ന് പറയുന്ന ഒരു ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഉൾവലിവ്, അല്ലെ ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു ഉൾവലിവുണ്ട്. അത് മാറി മുരുകനാണ് അവിടെ ഇരിക്കുന്നത്. മുരുകൻ എന്ന് പറയുന്ന ഒരാള് അയാളുടെ സ്പേസിൽ, നമ്മൾ നേരത്തെ പറയാം, അയാളുടെ കിങ്ഡം ആണ്. ആ ഒരു കോൺഫിഡൻസ് ഉറപ്പായും ഈ കോ ആക്ടേഴ്സ്, അതിപ്പം വിജയ് ദേവരകൊണ്ട ആണെങ്കിലും സത്യദേവ് ആണെങ്കിലും, അവർ അത്രയും ഒരു ഗിവ് ആൻഡ് ടേക്കിൽ നിൽക്കുന്നു. സത്യം അവര് നിൽക്കുമ്പോഴും അവരിപ്പം ഞാൻ ചില പരിപാടികളൊക്കെ അവര് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ഗൗതം സാർ വരും, വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയും. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ മനുഷ്യേട്ടാ. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നു ചേട്ടാ, ഇങ്ങനെ നമുക്ക് ചെയ്തു നോക്കാമോ എന്ന് പറഞ്ഞിട്ട് ടേക്ക് വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും. എനിക്ക് ഇപ്പൊ ഞാൻ അയാളുടെ ഷർട്ടിൽ പിടിക്കുന്നു, എനിക്കിത് മുമ്പ് പേടിയാ, കോ ആക്ടറിന്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ തോളിൽ കൈ ഇടണോ, കൈ ഇടാമോ, അവരുടെ നേരത്തെ പറയണ്ടേ, ഈ തോന്നലൊന്നും ഇല്ല. ഞാൻ നേരെ ഷർട്ടിൽ കയറി പിടിച്ച് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക. അപ്പം ഇതെല്ലാം ഈ ബ്രീഫും അവര് എനിക്ക് തന്ന ഒരു കംഫർട്ടബിൾ സ്പേസും ആണ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത്. ബേസിക്കലി മുരുകൻ കിട്ടിയപ്പോഴും അൾട്ടിമേറ്റിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഗൗതം സാറിന്റെ പട. ഗൗതത്തിന്റെ ഒരു ജേഴ്സിക്ക് ശേഷം എടുക്കുന്ന അദ്ദേഹത്തിന്റെ പടം. ഒബ്വിയസ്ലി അതില് നാനിയുടെ പെർഫോമൻസ് ഭയങ്കര, പുള്ളി പെർഫോമൻസ് എടുക്കുന്ന രീതിയും ഭയങ്കര. അതുകൊണ്ട് ഞാൻ പുള്ളി ഓക്കെ പറയുമ്പോഴേ ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ ഞാൻ അപ്പൊ പറയും, സാർ അതല്ല, എനിക്കൊന്നും കൂടെ വേണം. അല്ലാത്ത പരമായിട്ട് തെലുങ്ക് പറയാനോ തെലുങ്ക് ഡയലോഗ് പറയാനോ ഞാൻ ഇവരുടെ മുമ്പിൽ ഒരു പതർച്ചയോ ഒരു ഷെയിമോ എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് തെലുങ്കും തമിഴും മിക്സ് ചെയ്ത് ഞാൻ പറയണം. അപ്പം അതിങ്ങനെ ഇങ്ങോട്ട് ചിലപ്പോൾ മാറും, ചിലപ്പോൾ തെലുങ്കാവും, ചിലപ്പോൾ തമിഴാവും. അപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത് പറയുമ്പോഴേ ഞാൻ ഭയങ്കര ജോളിയായിരുന്നു. കാരണം എനിക്ക് ആ സെറ്റില് അൺനെസസറി ആയിട്ട് വേറെ പുറത്തുള്ള ആരുടെ സംസാരിക്കേണ്ടി എനിക്ക് വന്നില്ല മനുഷ്യേട്ടാ. കാരണം ഫുൾ ടൈം ഞാൻ ഡയലോഗില്ല. ഞാൻ റൂമിൽ പോകുമ്പോൾ ഡയലോഗില്ല. ഞാൻ ചോദിക്കും, എടാ ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ ഇട്ടോട്ടെ, തമിഴിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ ആ പടത്തിൽ തന്നെ കോളർ മടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് ഞാൻ ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞതാ, ഞാൻ വെറുതെ നിൽക്കണമെന്നായിരുന്നു. അപ്പൊ ഇതിങ്ങനെ കെട്ടിപ്പൂട്ടി ഒരു ഇങ്ങനെ നിൽക്കുന്ന പരിപാടി ഉണ്ട്. സാറ് ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ റെഡി ആവില്ല, ഞാൻ കോളർ മടക്കാം. അത് മടക്കാന്ന് പറഞ്ഞാൽ പുള്ളി എനിക്ക് എക്സ്ട്രാ ഷോട്ടൊക്കെ തന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സ്പേസ് ഉണ്ട്. ഒരു സീനിൽ ഒരാളുടെ കൊങ്ങൊക്കെ ഞാൻ ഇങ്ങനെ പിടിക്കണം. അപ്പം ഇവിടെ ആയിരുന്നു ഫസ്റ്റ് ക്യാമറ. അപ്പം ഇങ്ങനെ പിടിക്കണമെന്നായിരുന്നു റിഹേഴ്സൽ ചെയ്തത്. അപ്പം പണ്ടത്തെ ഞാനാണെങ്കിൽ ഞാൻ ഒന്നും പറയില്ല, ഞാൻ അങ്ങനെ തന്നെ പിടിക്കും. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഞാൻ ഇങ്ങനെ പിടിക്കാം. അപ്പൊ ഇവര് കുഴപ്പമില്ല, നിനക്ക് അതാണ് കംഫർട്ടബിൾ. അതെ, ക്യാമറ മാറ്റി, ലൈറ്റ് മാറ്റി, പരിപാടി മാറ്റി എന്നുള്ള സെറ്റപ്പാ. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് ഇങ്ങനെ വരാനാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇവന്റെ തോളിൽ എനിക്ക് ഇപ്പൊ കൈവയ്ക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഇപ്പൊ ഡയലോഗ് പറയാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ പുള്ളി നോക്കും. അത് സെൻസിബിൾ ആണെങ്കിൽ പുള്ളി എടുക്കും, ഇല്ലെങ്കിൽ വേണ്ടടാ നീ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ആക്ച്വലി ഗൗതം എന്ന് പറഞ്ഞ ഫിലിം മേക്കർ വെങ്കടേഷിന്റെ തലയിലേക്ക് നേരത്തെ തന്നെ ഈ പറയുന്ന ഒരു പ്രോസസ് നടത്തി, ഈ പറഞ്ഞ മുരുകനാക്കി. അപ്പൊ ഈ മുരുകന്റെ തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഈ സജഷൻ വരുന്നത്. സത്യമായിട്ട് മനുഷ്യട്ടാ. പിന്നെ ഞാൻ ഇതുവരെ എനിക്കൊരു സ്ഥലത്ത് സജഷൻ പറയണം എന്നുള്ള ധൈര്യം വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന റിബലിലാണ് എനിക്ക് സജഷൻ പറഞ്ഞു നോക്കാൻ, തെറ്റല്ലല്ലോ, വേണമെങ്കിൽ അവരെടുക്കട്ടെ, അവര് പറയുന്നത് ഞാൻ ചെയ്യുള്ളൂ. അപ്പം ഇതെല്ലാം, ഈ കോൺഫിഡൻസ് എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യും മനുഷ്യട്ടാ എനിക്ക്. കാരണം ഞാൻ എല്ലാം മറച്ചു വെച്ച്
ഇപ്പൊ ഒരു ഷോട്ടിന് പോവുകയാണ്, പണ്ടൊക്കെ ഞാൻ പേടിക്കും, അല്ല ഇതാണ് എന്റെ ഡയലോഗ്, ഞാനപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി, എന്താണ് എന്റെ പ്രോസസ്സ്, ഞാൻ ചോദിക്കാറില്ല. പല ആക്ടേഴ്സിന്റെ ഇന്റർവ്യൂ, റോഷൻ മാത്യു ആയിക്കോട്ടെ, ദിലീഷ് ഏട്ടന്റെ ആയിക്കോട്ടെ, ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴാണ് മനസ്സിലാവണം, ഓക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ഈ ക്ലൂലെസ് ആയിട്ട് പോയി അഭിനയിക്കുമ്പം ഇത് വ്യക്തമായിട്ട് നമ്മൾ ആ ഈ ഊ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കും. അപ്പം ഈ മൈൻഡ് ഓക്കെ ആണെങ്കിലേ മനുഷ്യേട്ടാ, മൈൻഡ് ആ പരിപാടി ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡയറക്ടർ എന്താണ് എക്സ്പെക്ട് ചെയ്യണം, നമുക്ക് അതിലേക്ക് വരാൻ പറ്റും. ഓഡിയൻസിന്റെ അടുത്ത് ഇഷ്ടപ്പെടുന്നത് വേറൊരു സാധനം. ഇപ്പൊ ഈ വെങ്കടേഷ് പറയുമ്പോൾ തോന്നുന്നത്, വെങ്കടേഷ് ഈ പറയുന്ന ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിലാണ് കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പലരുടെയും പ്രോസസ്സ് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഇങ്ങനെ ഒരു പ്രോപ്പർ ഓറിയന്റേഷനിൽ ഇങ്ങനെ ഒരു ആക്ടിങ് രീതി പോയാം, ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ടീച്ചിങ്ങിന്റെ പുറത്തല്ലല്ലോ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്റർവ്യൂസ്, അതിലുള്ള ഇൻപുട്ട് അത് ടേക്ക് അവേ ആവാറുണ്ടോ ഈ പ്രോസസ്സിന്റെ കാര്യത്തിൽ? ഞാൻ ഈ മൾട്ടിപ്പിൾ ആളുകളുടെ കാര്യത്തിൽ എന്റെ ലൈഫിൽ പോലും ഇന്റർവ്യൂസ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഇപ്പൊ ഞാൻ സ്റ്റാൻഡപ്പിൽ മനുഷ്യട്ടാ, ഞാൻ ഒരു ഇമോഷൻ വരുന്ന സമയത്ത് ഞാൻ വിഷമമുള്ള പാട്ട് കേൾക്കും. പാട്ട് കേട്ടിട്ട് ഞാൻ പോയി ആ ഇമോഷൻ ചെയ്യും. ഇത് ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഇവന്റെ ഒരു പാസ്റ്റ്, ഇവൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഞാൻ ചെയ്തു. എനിക്കത് കിട്ടിയില്ല, കറക്റ്റ് ഡയലോഗ് മോഡുലേഷൻ ഒന്നും എനിക്ക് വന്നില്ല. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്താ വെച്ചാൽ കാശുകാരനാണല്ലോ, അപ്പൊ ബേസിക്കലി ഞാൻ കാശുകാരനല്ല. അപ്പൊ കാശുകാരനാകുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്, അവൻ നടത്തത്തില് നമ്മൾ സംസാരിക്കുമ്പോ നമ്മളിങ്ങനെ ഫംബിൾ ആവൂല. അപ്പം ഇതൊക്കെ പിടിച്ചിട്ട് ഞാൻ ഒരു പരിപാടി ചെയ്തു. അപ്പം എനിക്കത് അങ്ങോട്ട്, ഞാൻ മര്യാദക്ക് ഇങ്ങനെ ഇരുന്നാലും കാശുകാരനാ. ഇപ്പൊ മറ്റേ സക്കർബർഗ്, മറ്റേ ഫേസ്ബുക്കിന്റെ പുള്ളിയാണെങ്കിൽ പോലും സാധാ ഒരു കീറിയ ടീഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ടാ നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവണില്ല. കാശുകാരനാണെങ്കിൽ മറ്റേ കാലുമേ കാലൊക്കെ ഇട്ടിട്ട് മറ്റേ ഈ പരിപാടി ഷൂട്ടിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ള മൈൻഡ് സെറ്റാ. അത് ബ്രേക്കായി. അപ്പം ഇങ്ങനെ ഓരോ പടങ്ങളും, ഇപ്പൊ ഓരോ ഇന്റർവ്യൂ ഇപ്പം കാണുമ്പോഴിപ്പം ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സില് ഇപ്പം ഫഹദിക്കയുടെ സജഷൻ ആയിരുന്നു മറ്റേ എത്തി നോക്കുന്ന പുള്ളി പറഞ്ഞ റീസൺ അതാ. അതായത് ഇവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല, ബ്ലോക്ക്ഡ് അവര്. അപ്പൊ ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് ഇവർക്ക് പോവാം. മറ്റേത് ഇങ്ങനെ ഇതെല്ലാം ഭയങ്കരമായിട്ടാ, ഇതെല്ലാം ഭയങ്കര സാധനം. ഇപ്പൊ വിക്രം വേദ സിനിമയില് വിജയ് സേതുപതി വെറുതെ നടന്നു വരുന്നത്. അപ്പൊ ഇവിടെ ഒരു കമ്പുണ്ട്. വിജയ് സേതുപതിയെ പറഞ്ഞ ഒരു കമ്പെടുത്ത് വെക്ക്, അതിന്റെ മേളിൽ കൂടെ ഞാൻ നടന്നു പോകാന്ന്. അതെന്തിനെന്ന് നോക്കാം. അപ്പൊ വിജയ് സേതുപതി പറയുന്നത്, അത് ഞാൻ ഒരു സ്ട്രഗിൾ കടന്നു പോവുകയാണ്. അപ്പൊ എന്റെ മൈൻഡിന് ഇത് വെച്ചോ, ഇത് പടത്തിന് ഉപകരിക്കില്ല, പക്ഷെ എന്റെ മൈൻഡിന് എനിക്ക് ആക്ടറുടെ പ്രോസസ്സില്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഓരോരുത്തർ ഈ ആക്ടിങ്, ആദ്യ സമയത്ത് ഞാൻ ഇങ്ങനെ ആക്ടർ ആവണം എന്നൊക്കെ ഇത് വർക്ക്ഷോപ്പിന് പോയപ്പോ അന്ന് 70,000 രൂപ ഏത് ഫിലിം സ്കൂളിന്. അപ്പോഴാണ് നമുക്ക് വേണ്ട സിനിമ, നമുക്ക് സിനിമ കാണാം, സിനിമ കണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്നിലും ഓരോ പ്രോസസ് എടുക്കും, ഫെയിൽ ആവും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സക്സസ് ആവും ചേട്ടാ, എന്തെങ്കിലും ഒരു സക്സസ് ആവും എനിക്ക് ഉറപ്പായിരുന്നു, ഏതെങ്കിലും ഒരു പ്രോസസ്സ്. ഈ ഇന്റർവ്യൂവും സ്പീച്ചും പരിപാടിയൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കി എടുത്തിട്ടുള്ളത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്തതുകൊണ്ടുകൂടി പറയാണ് വലിയൊരു കമേഴ്ഷ്യൽ സിനിമയില്. ഈ പറഞ്ഞ എപ്പോഴും ആക്ടറുടെ പുറമേക്ക് ചെയ്തതാണല്ലോ ആളുകൾ കാണുന്നത്, പക്ഷെ അത്ര തന്നെ അകമേക്ക്, അല്ലെ അതിൽ കൂടുതൽ അകമേക്ക് ചെയ്യാനുണ്ട് എന്നത് കൂടിയല്ലേ വെങ്കടേഷ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പലപ്പോഴും പുറമേ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്, ചിലപ്പോൾ അയ്യോ അത് പാളിപ്പോയല്ലോ എന്ന് പറയുന്നത്. പക്ഷെ അകത്തുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ആന്തരിക പ്രവർത്തനം എന്ന് പറയുന്ന സാധനം, അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഈ തുടർച്ചയായിട്ട് സിനിമ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയൊരു സാധനം അല്ലെ കിങ്ഡത്തിന്റെ കാര്യത്തിൽ കൂടി. അതെ, സത്യമായിട്ടും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ബേസിക്കലി ചേട്ടാ, ആരും ഡയറക്ടറിന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പോയി ചോദിക്കണം. നമ്മള് മറ്റേ ചിലപ്പോ അവര് നമ്മളോട് ദേഷ്യപ്പെടുമായിരിക്കും, തിരക്കല്ലേ നീ ഇപ്പോ അസോസിയേറ്റ്സിന്റെ അടുത്ത് പോകണം, ഇത് എന്താണ് പരിപാടി എന്നുള്ള മൈൻഡ് ക്ലിയർ ആവാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യട്ടാ. ഇപ്പം ചില സ്ഥലത്ത് ഇപ്പം ഒരു സമയത്ത് ഇപ്പൊ 60ാമത്തെ സീനും മറ്റേ സ്ഥലത്ത് 90ാമത്തെ സീനും ആയിരിക്കും. അപ്പൊ 60ാമത്തെ തുടർച്ച ഉണ്ടല്ലോ. അപ്പൊ ഈ മൈൻഡ് സെറ്റ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്താണ് ഉപയോഗിച്ചത്, അവിടെ ഞാൻ എന്ത് ഉപയോഗിക്കണം എന്നുള്ള സാധനത്തിനും ഇതെല്ലാം നമുക്കൊരു ബേസിക് ഒരു 4-5 ദിവസം നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും ചേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവന്റെ ഒരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇതേ സാധനം, ഇതേ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഇതേ ഒരു സാധനം ഞാൻ അവിടെ എടുത്ത് ഇടുവോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുറത്തൊരു സാധനം ഇടുവോ, ഇതെല്ലാം ഇങ്ങനെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ ആലോചിക്കല്ലേ. മുരുകന്റെ കാര്യമാണെങ്കിൽ അപ്പൊ അവന്റെ അച്ഛന്റെ കാര്യം, ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ബാബുരാജ് ചേട്ടനെ വരുമ്പോ പോലും ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കിയിരിക്കും, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ സംസാരിക്കും, ബാബുരാജിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും.
ഓ പുള്ളിയുടെ എങ്ങനെയാണ് പുള്ളി ഇങ്ങനത്തെ കുറെ പരിപാടി പുള്ളിയുടെ ഇതായിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ ചെയ്യും. അപ്പം ബേസിക്കലി ഞാൻ ബാബുരാജ് ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാബുരാജ് ചേട്ടനെ ഇഷ്ടപ്പെട്ട് ഞാൻ മറ്റേ മാറി നിന്ന് പ്രേമിക്കുക പുള്ളി. അതായത് അങ്ങനെയെങ്കിലും എന്റെ ക്യാരക്ടർ വർക്ക് ആവണമല്ലോ. ഇതൊക്കെ ഓരോന്നാണല്ലോ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തതും പിന്നെ ഡയറക്ടർ തന്ന ഇൻപുട്ടാണ് മനുഷ്യരുടെ. എന്തായാലും നമ്മുടെ മൈൻഡിൽ ഓക്കെ ഈ സീന് ചെയ്യുമ്പോൾ ഇവൻ എന്തായിരിക്കും ആലോചിക്കുന്നത്, ഇവൻ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമുള്ള സ്ഥലത്ത് നമ്മൾ സന്തോഷിക്കൂല, നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പിടിച്ചിരിക്കും, സന്തോഷം മൊത്തം ഉള്ളില്ല. അപ്പം ഇത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യല്ലോ, ചേട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങനെ അട്ടഹസിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ ഇപ്പൊ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ഇരുന്നാലും ഞാൻ ഹാപ്പിയാ, ഇങ്ങനെ ഇരുന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാ. അപ്പം അത് ആ ഒരു വേരിയേഷനും ഡിഫറൻസും ഉണ്ടല്ലോ കേട്ടാ, അതൊന്ന്. പിന്നെ രണ്ടാമത് ഇപ്പൊ നമ്മൾ കിളിച്ചുണ്ട മാമ്പഴം കാണുന്നത്, കിളിച്ചുണ്ട മാമ്പഴത്തില് ലാലേട്ടൻ കഥക് തട്ടിയിട്ട് മറ്റേ പ്രേതത്തിന്റെ രൂപം കാണുമ്പം നമ്മളെ എങ്ങനെ ഞെട്ടുന്നത്, ലാലേട്ടൻ നേരെ ഇങ്ങനെയാണ് ലാലേട്ടൻ ഞെട്ടുന്നത്. അപ്പൊ ഈ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പ്രഷന് മാറ്റി അതൊരു ബ്രേക്ക് ചെയ്യുക. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഓരോ സംഭവം കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. ഇപ്പം നമ്മൾ പ്രപ്പോസ് ചെയ്യാണ്, നമ്മളിങ്ങനെ പ്രപ്പോസ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നാണിച്ച് ഐ ലവ് യു, ഇതിന്റെ ആവശ്യമില്ല, നമ്മളെങ്ങനെ ഐ ലവ് യു ഇങ്ങനെയും നമ്മൾ പ്രപ്പോസ് ചെയ്യും. അപ്പം ഈ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ചിരിക്കണം, അവിടെ നമ്മൾ ചിരിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ചിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുണ്ടല്ലോ. ആ അൺപ്രഡിക്റ്റബിലിറ്റി എപ്പോഴും മൈൻഡിൽ വരും. അപ്പൊ നമ്മൾ ചോദിക്കും, ഇപ്പൊ ഡയറക്ടർ പറയണം എടാ അങ്ങനെയൊന്നും വേണ്ട, ഓക്കെ. അപ്പം കാരണം എനിക്ക് അൾട്ടിമേറ്റ്ലി എനിക്ക് പാസ് മാർക്ക് കിട്ടേണ്ടത് ഡയറക്ടറിന്റെ അടുത്ത് നിന്നാണ്. ഡയറക്ടറാണ് എന്നെ പെർഫോം ചെയ്യിപ്പിക്കുന്നത്, പുള്ളി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും ഇങ്ങനെ മൈൻഡിൽ വെക്കും. ഇങ്ങനെ ഒരേ ഒരു പരിപാടി ഇങ്ങനെ ചെയ്യേണ്ട, എപ്പോഴും ഉള്ളൊരു സാധനം അങ്ങനെ ചെയ്യേണ്ടെന്ന് മൈൻഡിൽ എപ്പോഴും വയ്ക്കാറുണ്ട് മനുഷ്യട്ട്. അത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു, പക്ഷെ ഞാൻ വയ്ക്കാറുണ്ട്. ഇപ്പൊ കിങ്ഡത്തിന്റെ കാര്യത്തില് ഈ വെങ്കടേഷിന്റെ ഈ പ്രീ ലോഞ്ച് അല്ലെങ്കിൽ ലോഞ്ചിലെ ഈ സ്പീച്ച് വരെയെങ്കിലും ഇത്ര ലെങ്തി, ഇത്ര പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ട്രെയിലർ ഇത്ര ലെങ്തി സംഗതിയാണ് വരാൻ പോകുന്നതെന്ന് ആളുകൾക്ക് ഇത്രയും നിശ്ചയം ഉണ്ടായിരുന്നില്ല. ശരിക്കും കുറെയെങ്കിലും അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്റെ കൂട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ വില്ലനാണെന്ന്, മെയിൻ വില്ലനാണെന്ന്. ഇവര് ട്രെയിലർ കണ്ടപ്പോ എന്റെ 2 ഷോട്ട് വന്നു. ഞാൻ ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഞാൻ വില്ലന്റെ കൂടെയുള്ള കഥാപാത്രമാണെന്നാണ് പറഞ്ഞിരുന്നത്. ട്രെയിലർ ജോർജ് കുട്ടി ലെവലിൽ രഹസ്യം സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. കാരണം ചേട്ടൻ വല്ലതും കട്ടായിപ്പോയ എന്ത് തന്നെയാണെങ്കിലും കട്ടായ പോയി. അപ്പം സ്പീച്ചിലും എന്റെ മനസ്സിലൊരു 1.5 മിനിറ്റ് സംസാരിക്കണമെന്നായിരുന്നു മനുഷ്യേട്ടാ. അവിടെ കയറി ഇത്രയും ആൾക്കാരെ കാണുന്നു, ഇത്രയും ഒരു എനർജി കിട്ടിയപ്പോൾ എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല മനുഷ്യട്ടെ. എൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഘർഷവും, എൻ്റെ ഉള്ളിലുള്ള എല്ലാ സന്തോഷവും, കാരണം പടം റിലീസാവാൻ പോകണം, ഇത്രയും വലിയ ക്യാരക്ടർ, ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു മിറർ സീക്വൻസ് ഉണ്ട് മനുഷ്യേട്ടാ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എടാ കുഴപ്പമില്ല നീ ചെയ്തറാന്നൊക്കെ എനിക്ക് തോന്നി, സാറ്റിസ്ഫാക്ഷനാ. ഇത്ര ഇമോഷൻ ഉണ്ടോ അതിനകത്ത്, ഇത്രയും കലർന്നിട്ടുണ്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആ സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞത്, നിങ്ങൾ കണ്ടു നോക്കൂ, എങ്ങാനും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ബാക്ക് ടു സീറോ ആണ്. പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അതെന്തോ ഒരു ജഡ്ജ്മെന്റ് വർക്കായി, അതാണ് അവിടെ സംഭവിച്ചത്. എല്ലാതരം ഇമോഷൻസ് ഉള്ള, എന്നാൽ അതാണ് ഒരു നമ്മൾക്ക് ഭാഷ കൊണ്ട് പരിചിതമല്ലാത്തൊരു സ്ഥലമാണ്. സിനിമ കൊണ്ട് നമുക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടൊരു സ്ഥലം. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഏറ്റവും അവസാനം അവിടെ നിന്ന് വരുന്ന ഈ കിങ്ഡം അടക്കമുള്ള സിനിമകൾ മലയാളികൾ അവരുടെ പടം പോലെ കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ ബാഹുബലി ആണെങ്കിൽ ഓരോ സ്ഥലത്ത് തെലുങ്ക് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയ ഇൻഡസ്ട്രിയാണ്, പക്ഷെ ഭാഷ കൊണ്ട് നമുക്ക് അത്ര കണക്റ്റഡ് അല്ല. പക്ഷെ അതുപോലെ സ്ഥലത്ത്, ഇത്രയും വലിയൊരു സ്ഥലത്ത് ഈ ശരിക്കത് ഭയങ്കര രസമുള്ളൊരു സ്പീച്ചായി മാറുകയാണല്ലോ. ഇമോഷണലാണ്, അതിൽ സ്വന്തം ജേണി ഉണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഈ പറയുന്ന എല്ലാം ഒരു അവിടെ ഒരു നന്ദി പ്രകടനമുണ്ട്. ഇതെല്ലാം അത് അങ്ങനെ ഒരു എന്താ പറയണമെന്ന് ആലോചിച്ചിരുന്നോ? കൃത്യമായ ഒരു പ്ലാൻ ആലോചിച്ചിരുന്നു. എനിക്ക് ആദ്യത്തെ ഞാൻ ഇങ്ങനെ എന്റെ ജേണി പറയണല്ലോ, ഞാൻ ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വന്നതാണ്, ഇവിടെ നിന്ന് ഞാൻ തുടങ്ങിയവനാണ് എന്നുള്ളതുണ്ടായിരുന്നു. വിജയ് സാറിനെ, സത്യ സാറിനെ പറ്റി പറയണമെന്നുണ്ടായിരുന്നു. ഇത്ര എൻ്റെ ഉള്ളൂ. ബാക്കി ഞാൻ അവിടെ ഇരുന്ന് അടിച്ചത്, വിജയ് സാറിന്റെ അമ്മ, വിജയ് സാർ വന്നപ്പോ ഉമ്മ കൊടുത്തപ്പോ എന്റെ അമ്മ ട്രെയിലർ കണ്ടിട്ട് എന്നെ കൈയിടിച്ചു. അപ്പൊ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ആ സ്റ്റേജ് എത്തിയത്. പിന്നെ ആ സ്റ്റേജിൽ എത്തിയിട്ട് മനുഷ്യട്ടാ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഈ എനർജിയിൽ ഞാൻ അവിടെ കിടന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞാൻ ഇത് വീഡിയോ എല്ലാം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തലയെ കൈവച്ചിരുന്നു. ദൈവമേ, എന്റെ മനസ്സിലുള്ള അത്രയും ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞതാ. ഇതെങ്ങാനും നെഗറ്റീവ് ആവോ, ആൾക്കാർ ഇതിനെ വിപരീതമായിട്ട് എടുക്കുമോ? പക്ഷെ ഇല്ല മനുഷ്യട്ടാ, എല്ലാരും
യു ഷുഡ് വിൻ, നീ ജയിക്കണം ഇത്ര. അത് ഭയങ്കര പേഴ്സണൽ ആയിട്ട് എടുത്തില്ലേ മനുഷ്യട്ടാ, അത് എന്നെ ഭയങ്കര ഇമോഷണൽ ആക്കി. നമ്മൾ അതിന്റെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് സ്റ്റീലിംഗ് പോലുള്ള ഒരു സ്പീച്ച് ആയിട്ട് അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായി. അതായത് കിങ്ഡം പടം, എന്റെ ക്യാരക്ടർ, പെർഫോമൻസ്, ഇതെല്ലാം ഇതിനെ ബാധിക്കും. ഇവൻ വെറുതെ തള്ളിയതെന്ന് ആൾക്കാർ പറയോ, ഇതെല്ലാം ഒത്തു വന്നു മനുഷ്യട്ടാ. അതായത് ആ ഒരു പോയിന്റ് അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇത്രയൊക്കെ സംസാരിക്കണമായിരുന്നോ. പക്ഷെ എന്റെ ഉള്ളിലുള്ള എല്ലാം ഞാൻ അത്രയും ഓണസ്റ്റ് ആയിട്ട് ഒരു കള്ളത്തരം പോലും ഇല്ലാതെ ഞാൻ ആ വേദിയിൽ തുറന്ന് പറഞ്ഞു മനുഷ്യട്ടാ. പറയണമെന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ബേസിക് തെലുങ്ക് അറിയാം. അതിൽ പോലും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തെലുങ്കും ഇംഗ്ലീഷും ഒക്കെ വെച്ച് കലക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ട് അലക്കിയത്. അതെ, പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് അതെനിക്ക് വർക്കായി. അതിന്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം മനുഷ്യട്ടാ. നമ്മളൊരു വില്ലൻ ചെയ്താൽ നമുക്ക് വില്ലൻ വന്നുകൊണ്ടിരിക്കും. ആ സ്പീച്ചിന് ശേഷം എനിക്ക് വരുന്ന സ്ക്രിപ്റ്റുകളെല്ലാം ഹീറോയാ. തെലുങ്കിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് സ്ക്രിപ്റ്റുകളും ഹീറോയാ. ബ്രോ നിങ്ങളെ വെച്ച് ഞങ്ങൾ ഹീറോ ആയിട്ട് അവിടെ നമ്മുടെ ഒരു എക്സ്പ്രഷൻ വന്നു, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എങ്ങനെ വന്നു എന്നുള്ളത്. മറ്റേത് ആ സിനിമയിലെ ആ ക്യാരക്ടർ അല്ലെങ്കിൽ മുരുകനായിരിക്കും അവരുടെ തലയിൽ. അതെ മുരുകനായിരിക്കും അവരുടെ തലയിൽ. ഇപ്പൊ അവർക്ക് ഓക്കെ ഇവൻ ഹീറോ ആവണം, ഇവൻ സ്റ്റാർ ആവണം, ഇങ്ങനെയാണ് നമ്മൾ നിങ്ങളെ ഹീറോ വെച്ചായിട്ട് പടം ചെയ്യാം, നിങ്ങളെ ഹീറോ വെച്ച് പടം ചെയ്യാം. ചേട്ടാ ഇതിനൊക്കെ പ്രൊഡ്യൂസർ ഉണ്ട് പലതിനും. അപ്പൊ എനിക്കെന്ന് ഒരു പ്രൊഡ്യൂസർ വരും. പ്രൊഡ്യൂസർ ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല, കിങ്ഡം കഴിഞ്ഞിട്ട് വിളിക്കല്ലേ. എന്നാലും ഞാൻ പറയാ അല്ല, അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് അത് റിയലിസ്റ്റിക് ആയിട്ട് അത് സംഭവിക്കുന്ന സാധനമാണ്. അതെ, പക്ഷെ എനിക്കിത് ഭയങ്കര പുതുമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ പ്രൊഡക്ഷൻ ഉണ്ട്, ഇവര് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ നമ്മളിത് ഒരു പ്രൊഡക്ഷൻ വരുമോന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് ഇവർ നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വലിയ കാര്യമാണ്. അപ്പം അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മനുഷ്യരുടെ. ഇപ്പൊ പോലും കോളുകൾ വരുന്നു. എത്രയോ നാളെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട്, ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എത്രയോ നാൾ, കിങ്ഡത്തിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റുകൾ വായിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ച കൊതിച്ച നിമിഷങ്ങളാ. ഇതെല്ലാം എനിക്കിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പ്രീ റിലീസ് ഇവന്റ് ഒരു കാരണമാണ്, കിങ്ഡം ഒരു കാരണമാണ്, മൊത്തം എല്ലാം കൊണ്ടും യെസ്. അതുപോലെ തെലുങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, തെലുങ്കിലൊരു ഭാഷാപരമായ ഒരു അപരിചിതത്വം ഉണ്ടല്ലോ, നമ്മൾ തന്നെ നമുക്ക് പെട്ടെന്ന് പിടികൂടാൻ പറ്റും. തമിഴ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കണക്റ്റഡ് ആവുന്ന, എവിടെ ഇപ്പം വെങ്കടേഷനാണെങ്കിലും പരിചിതമായിട്ടുള്ള ഒരു ഭാഷയാണല്ലോ. ഇപ്പം തെലുങ്കില് വരിക എന്ന് പറയുമ്പോൾ തെലുങ്ക് പഠിക്കണം എന്നുള്ളതുണ്ട്. ഇപ്പൊ ഇതിൽ ഇപ്പൊ ഞാൻ തമിഴ് വേർഷനാണ് കണ്ടത്. അവിടെ ഒരു സിംഹള അല്ലെ, സിലോൺ തമിഴ് പറയാവുന്ന ഒരു സാധ്യതയുണ്ട്. ഈ പറയുന്ന എപ്പോഴും ആളുകൾ പറയല്ല, ആക്ടറുടെ ഒരു വോയിസ് റെൻഡറിങ് അല്ലെങ്കിൽ ഈ ആക്ടറുടെ ഡയലോഗ് ഡെലിവറി അതൊരു ഭയങ്കര മാറ്റർ ആണെന്നുള്ളത്. ഇതിൽ തെലുങ്കിനെ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത്? മനുഷ്യയുടെ ഫസ്റ്റ്, അതായത് ഒരു 6 കൊല്ലം മുന്നേ ഞാനൊരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ടായിരുന്നു. 6 കൊല്ലം മുന്നേ. അതൊരു ഭയങ്കര ക്രൗഡ് ഫണ്ടഡ് ചെറിയ പടമാണ്. ഞങ്ങളൊരു സ്ലമ്മിൽ, ഒറിജിനൽ സ്ലമ്മിൽ ചവറിന്റെ ഇടയിൽ കിടന്ന് ഷൂട്ട് ചെയ്തതാ. ഞങ്ങളിട്ട കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ അവിടെ ബംഗാളികള് കെട്ടിടം പണിയാൻ ഇട്ട കോസ്റ്റ്യൂം, അത് മേടിച്ചിട്ട് ഞങ്ങൾ വേറെ പുതിയ കോസ്റ്റ്യൂം മേടിച്ച് അവർക്ക് കൊടുത്തിട്ട് ഷൂട്ട് ചെയ്തതാണ് ആ പടം. അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. 2 കൊല്ലം നമ്മൾ ഷൂട്ട് ചെയ്തു. ചെറിയ പടം ആയതുകൊണ്ട് അത് ഷെൽവ്ഡായി. അതങ്ങ് ഒതുങ്ങിപ്പോയി, പുറത്തു വന്നിട്ടില്ല. അതങ്ങനെ ഒതുങ്ങിയിരിക്കുക, ഷെൽവ്ഡാണ്. അപ്പം അന്ന് ഞാൻ ഡയലോഗ് ബുക്കിൽ എഴുതി കാണാപ്പാടം പഠിച്ച് എനിക്കറിയാം. അപ്പൊ ആ ഡയലോഗിലെ ചില വാക്കുകൾ എനിക്കറിയാം. ഇതാണ് ബേസിക് തെലുങ്ക്, ഇതാണ്. അതെന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്തു. അതെ, അതെന്നെ ഒരുവിധം എന്നെ ഹെൽപ്പ് ചെയ്തു. കാരണം അവിടെ നിന്ന് ടച്ച് വിട്ടെങ്കിലും ഒന്ന് ഇവിടെ എൻ്റർ ആയപ്പം സുഖമാണോ, ഇതെനിക്കറിയാം, കഴിച്ചോ എനിക്കറിയാം. ഇങ്ങനത്തെ ബേസിക് തെലുങ്ക് എന്നെ ഹെൽപ്പ് ചെയ്തു. അല്ലാതെ ഈ കടുകട്ടി വാക്കുകൾ ബുക്കിൽ ഇരുന്ന് എഴുതി തന്നെ മനുഷ്യട്ടാ, എഴുതി പഠിച്ച് സൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്ത് നോക്കുമ്പോ എന്തെങ്കിലും അടിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും തടസ്സം ഉണ്ടോ എന്നൊക്കെ നോക്കി പ്രിപ്പയർ ചെയ്ത് തന്നെ സംഭവം ചെയ്തതാണ്. ഒരു സൈഡിൽ നോക്കുമ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. അതായത് രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഡയലോഗ് പഠിക്കണം, നമുക്ക് കയറി കിടക്കാനോ നമുക്കൊന്നുമില്ല, ഡയലോഗ് പഠിക്കണം. പക്ഷെ അത് കാരണം നമുക്ക് ഈ അനാവശ്യ ചിന്തകളൊന്നും മൈൻഡിൽ വന്നില്ല. അല്ല ഞാൻ ഇന്ന് നല്ലോണം ചെയ്തോ, നല്ലോണം നമ്മൾ എപ്പോഴും നോക്കൂല ഇന്നത്തെ പരിപാടിയൊക്കെ നല്ലതായിരുന്നു, അതിന്റെ ഒന്നും സമയമില്ലായിരുന്നു. വന്നു ഡയലോഗ് കാണാതെ പഠിക്കുന്നു, നെക്സ്റ്റ് ഡേ അടുത്ത ദിവസത്തേക്ക് വലിയ കാര്യം കിടക്കും. അതെ, അതുകൊണ്ട് ഇങ്ങനത്തെ മോശം തോട്ടുകള്, ഇങ്ങനത്തെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതൊന്നും ഇല്ലായിരുന്നു ചേട്ടാ. ഞാൻ പ്രിപ്പയർഡ് ആണ് എന്റെ ഡയലോഗില്. അവിടെ ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ അഡീഷൻ ഉണ്ടെങ്കിൽ എനിക്കത് ചോദിക്കാം. ഭയങ്കര കംഫർട്ടബിൾ ടീമും അത്യാവശ്യം നല്ല പ്രിപ്പറേഷനും എനിക്ക് കിട്ടി. എനിക്ക് ഇവര് തലേ ദിവസം എനിക്ക് തന്നത് കൊണ്ട് എനിക്കിത് പഠിക്കാൻ പറ്റി. അതാണ് ഒരു ഇതിൽ ഇപ്പൊ മുരുകൻ നോക്കുകയാണെങ്കിൽ ഫിസിക്കലും ബോഡി ലാംഗ്വേജിലൊക്കെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉള്ള ക്യാരക്ടറാണ്, അയാൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്രാക്ക് ചെയ്ത് ഇപ്പൊ തലേ ദിവസം പഠിച്ച് നമ്മൾ തന്നെ ഉറപ്പിക്കേണ്ട, നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയി പോകുന്ന ഒരു
ഭാഷയാണല്ലോ അതെ, തെലുങ്ക്. അതെ. അപ്പൊ നമ്മൾ ആ ഭാഷയുടെ കാര്യത്തിൽ തെറ്റിയോ പാളിയോ തിരുത്തൽ വേണോ എന്നുള്ളത് കോൺഷ്യസ് ആവാൻ സാധ്യത കൂടുതലാണ്. അതെ അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന ബോഡി ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യണല്ലോ. നമ്മൾ ഈ അതെ. പറയുന്ന നാർക്കോലെ എസ്കോബാറിനെയൊക്കെ പോലെ വേറെ രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജിൽ പ്ലേസ് ചെയ്യപ്പെടുന്ന ഞാൻ പറഞ്ഞ ആരെയും ഭയക്കാത്ത ഒരാളാണ്. അതെ. അയാളെ വേറെ ഒന്നിനും അയാൾക്കപ്പുറത്തൊരു ലോകമില്ല എന്നുള്ള അതെ. പോലെയാണല്ലോ പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു ബോഡി ലാംഗ്വേജിലേക്ക് ഒരു ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പടം കമ്മിറ്റ് ചെയ്ത സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെയിറ്റ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരു 8 കിലോ അടുപ്പിച്ച് ഞാൻ കയറ്റി നമ്മളിത് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല ചേട്ടാ, എനിക്ക് ഡയലോഗ് തെറ്റിയാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഡയറക്ടറിന് ഒരു കുഴപ്പമില്ല, ചീത്തവിളി കിട്ടിയാൽ എനിക്ക് കുഴപ്പമില്ല, ആ പ്രഷറിൽ എനിക്ക് അഭിനയിക്കാനും പറ്റൂല. അപ്പം ഡയലോഗ് ഞാൻ പഠിച്ച് എന്റെ സൈഡ് ഞാൻ പ്രോപ്പർ ആയിരുന്നു. എന്നാലും തെറ്റും മനീഷേട്ടാ. സെറ്റിൽ പോകുമ്പോൾ നമ്മളെ റെൻഡറിങ് മാറും. ആ സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആളനുസരിച്ച് നമ്മളെ റെൻഡറിങ് മാറും. നമുക്ക് ചിലപ്പോൾ വിചാരിക്കാത്ത സ്ഥലത്ത് പോസ് വരും. അപ്പം ഇത്രയും സമയം വരും, നമുക്ക് മൂവ്മെന്റ്സ് കിട്ടും, നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും. അപ്പം ഈ സമയത്ത് എനിക്ക് ഡയലോഗ് കിട്ടിയാലും എന്റെ ഒരു കോൺഷ്യസ്നെസ്സും ഇല്ലായിരുന്നു മനീഷേട്ടാ, ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഡയലോഗ് പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് ചെയ്യും. ഇപ്പൊ 4ാമത്തെ ടേക്ക് ആണെങ്കിലും എനിക്കത് മര്യാദയ്ക്ക് എനിക്കത് ചെയ്യുക, ഒരു കള്ളത്തരം ഇല്ലാതെ. എന്റെ നിപ്പില് പോലും എന്റെ ഷോൾഡർ ഇറങ്ങാത്ത രീതിയിലാണ് ഞാൻ നിന്നത്. ഞാൻ ഇനി തോറ്റ് നിൽക്കുമ്പോൾ പോലും എന്റെ നെഞ്ച് വിരിച്ചാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം എന്തെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളെ പണിയിടാന്നുള്ളതാണ്. എന്റെ ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു വെച്ചാൽ ചേട്ടാ, 2 ക്യാരക്ടർ ഉണ്ടല്ലോ കേട്ടോ. ഒന്ന് വൈറ്റ് ആൻഡ് വൈറ്റും അപ്പുറത്തുള്ളല്ലോ. അപ്പൊ ഇത് രണ്ടിനും 2 മോഡുലേഷനാണ്. ഇവൻ തെറിച്ച് നിൽക്കുന്നവനാണ്, അവൻ കുറച്ചും കൂടെ സട്ടില്ല. അപ്പം അത് ചെയ്യുമ്പം ഇവൻ കാട്ടിക്കൂട്ടുകയാണോ എന്നുള്ളൊരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത് ഞാൻ ചെയ്തു വെച്ചതും ഞാനൊരു ഡോണിനെ പോലെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അയ്യോ ഇതെന്ത് ഇങ്ങനെ ആൾക്കാർ ചോദിക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ലക്കിലി അതിങ്ങനെ രണ്ടും ഇപ്പം കാണുമ്പോൾ ചിലപ്പം തോന്നാം, ഓക്കെ ഇവൻ ഇങ്ങനത്തെ ഒരു സട്ടിൽ ഒരു പരിപാടിയാണ് 2ാമത്തേൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പം അത് ഞാൻ ഭയങ്കര ഹാപ്പിയാ. അതില് ഗൗതം സാറിന്റെ പങ്കും ഭയങ്കരമാണ്. പിന്നെ ഞാനും അത് ഭയങ്കര എഫേർട്ട്ലെസ്സും ആയിരുന്നു കേട്ടാ. നമ്മളിപ്പം ദേഷ്യം ഉണ്ടോ, മുഖത്ത് ദേഷ്യം കാണിക്കണ്ട, നമ്മൾ ഡയലോഗ് പറഞ്ഞാൽ മതി, ഉള്ളിലാണ് ദേഷ്യം. അപ്പൊ അത് കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിരുന്നു മൊത്തത്തില്. അല്ല, ഈ പറയുന്നത് നമ്മൾ പറയില്ലേ ആ ഒരു ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന പോലെ ആ ക്യാരക്ടറിന്റെ ഷിഫ്റ്റ് ഭയങ്കര ക്രൂഷ്യലാണ്. നമുക്ക് അങ്ങനെ ഒരു ക്ലൈമാക്സ് പോർഷൻ ആയതുകൊണ്ട് അത്രയും റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ പോലും നമ്മൾ നേരത്തെ അട്ടയർ ആക്ടറിനെ മേക്ക് ചെയ്യുന്ന പറയുന്ന പോലെ അട്ടയർ ചേഞ്ച് ചെയ്യാണല്ലോ. നമ്മളൊരു പക്ഷേ ഒരു കണ്ടിന്യൂറ്റി സ്വഭാവത്തിൽ കഴിയുകയാണെങ്കിൽ നമ്മളുടെ കൂടെ അത്ര തന്നെ ആ ക്യാരക്ടറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോസ്റ്റ്യൂമിൽ നിന്ന് മറ്റൊരു ക്യാരക്ടറിലേക്ക് മറ്റൊരു ഫിസിക്കൽ മാറുന്നില്ലെങ്കിലും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാണല്ലോ. അതിപ്പോ നമ്മൾ തിയേറ്റർ കാണുമ്പോൾ ശരിക്കും ആ ചേഞ്ച് ഫീൽ ചെയ്യുന്നത്. അതെങ്ങനെയാണ് പേഴ്സണലി ആ മാറ്റത്തെ ഇത് ചെയ്തത്? അത് ഭയങ്കരമായിരുന്നു മനുഷ്യേട്ടാ. മറ്റേത് ഇങ്ങനെ നിൽക്കുമ്പോഴേ എനിക്ക് അറിയാം ഞാൻ അത്രയും എത്ര ലൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ വരുമ്പോ ഇളകാൻ പറ്റില്ല, വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ ഇതില് മുടി ബാക്കിലോട്ടൊക്കെ ചീകിരിക്കുക. ഇത് കാരണം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മിററിൽ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, എനിക്ക് ഒരു ആക്ടിവിറ്റി ഇല്ല, ഒന്നും ഡയറക്ടർ പറഞ്ഞിട്ടുമില്ല. എന്റെ മൈൻഡിൽ ഇരുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇത് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്റെ ബോഡി ലാംഗ്വേജ് ആയെന്നുള്ളതാണ്. ഇങ്ങനെ ആയതുകൊണ്ടാണ്, അതെ, മൾട്ടിപ്പിൾ പ്രാവശ്യം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മുടി അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇത് വലിയ കാര്യമെന്നല്ല ഞാൻ പറയുന്നത്. അതെ, അപ്പം ഇത് വലിയ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നെ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിത് ഹെൽപ്പ് ചെയ്തത്. എനിക്ക് ഇതിനൊരു ബോഡി ലാംഗ്വേജ് ഇത് തന്നു. ഇപ്പൊ ഞാൻ നടക്കുന്നതാണെങ്കിലും ഇളകി നടക്കാൻ പറ്റില്ല, കാരണം ഇവനാണ് ഇനി ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇവൻ കുറച്ചും കൂടെ ഇതും കൂടെ ആയപ്പോ കുറച്ചും കൂടെ എല്ലാം ഇവന്റെ ഡൗൺ ആണ്. എല്ലാത്തിനും പണിയണം എന്നുള്ള മെന്റാലിറ്റിയാണ്. അപ്പൊ ഇവൻ അവിടെ കിടന്ന് ഇങ്ങനെ അട്ടഹസിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും പവറുള്ള ഒരുത്തൻ സൈലന്റ് ആയിരിക്കും. മേളിലൊന്നുമില്ല, അവൻ എപ്പോഴും സൈലന്റ് ആയിരിക്കും. അവന്റെ പരിപാടി ഇപ്പം ഓപ്പോസിറ്റ് എത്ര വലിയ വരുന്നാലും അവന്റെ മുഖത്ത് ഇങ്ങനെ ചെറിയൊരു ചിരിയും വെച്ചിട്ട് നീ പറയടാ, നീ പറ എന്നുള്ള പരിപാടിയാണ്. അപ്പം ഇത് ആ കോസ്റ്റ്യൂമും പരിപാടിയാണ് പിന്നെ. അതായത് നമ്മൾ പറഞ്ഞു കുറച്ച് മറ്റേ തെലുങ്ക് അല്ലെങ്കിൽ ടോളിവുഡ് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ആളാണ് അവിടെ. പക്ഷെ നമുക്കറിയാം 2 DP-മാര്. അത് ആദ്യത്തെ പ്രധാനപ്പെട്ട പോർഷൻ ഗിരീഷ് ഗംഗാധരനും ജോമോൻ ടി ജോണുമാണ്. ശരിക്കും ഈ പറഞ്ഞ മുരുകനെ ഈ പറയുന്ന വിഷ്വലൈസ് ചെയ്തതിൽ, അതിനെ ഫ്രെയിമിലെടുത്തതിൽ 2 പേരും മലയാളികളാണ് എന്നുള്ളത്. അത് എത്രത്തോളം പേഴ്സണലി കണക്ട് ചെയ്തിട്ടുണ്ട്? കാരണം നിങ്ങൾക്ക് ഈ സ്വന്തം നമുക്കറിയാം ഇത് കോതമംഗലത്ത് ഷൂട്ട് ചെയ്തിട്ട് കേരളത്തിൽ നല്ലൊരു ശതമാനം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ അറിയായിരുന്നു. അപ്പൊ പോലും എനിക്കത് വെങ്കടേഷിന് പുറത്തു പോയിട്ട് നോക്കും, ഈ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന പടത്തില് ഞാനാണ് ഇല്ലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്.
ചേട്ടാ ഫസ്റ്റ് ഡേ എനിക്ക് ഒരു ഒറ്റ ഷോട്ടേ ഗിരീഷ് ചേട്ടൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഗിരീഷ് ചേട്ടന്റെ ജോമോൻ ചേട്ടന്റെ ഫ്രെയിമിലൊക്കെ വരണം. അപ്പൊ ഗിരീഷ് ചേട്ടൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ ഫസ്റ്റ് സീനും അതാ. ഫസ്റ്റ് ഒരു ചെറിയൊരു ഷോട്ട് ഞാൻ ഇങ്ങനെ നോക്കുക, അതാണ് എന്റേത്, ഡയലോഗ് വരെ അല്ലാത്തത്. അപ്പം ഞാൻ അവിടെ പോയി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഗിരീഷ് ചേട്ടൻ വന്നിട്ട്, നീ എന്തിങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല ഏട്ടാ, ഒരു കുഴപ്പമില്ല. പുള്ളി ക്യാമറ പിറകെ പോയി വന്ന് ഷോട്ട് എടുത്ത് ഓക്കെ, ഇതാണ് ഗിരീഷ് ചേട്ടൻ എന്നെ കംഫർട്ടബിൾ ആക്കിയത്. ജോമോൻ ചേട്ടന്റെ ഒരു കേസുണ്ട്. ഒരു സീനില് ഇപ്പൊ ബോട്ടിലൊരു സീക്വൻസിൽ ഞാൻ നിൽക്കുകയാണ്, ജോമോൻ ചേട്ടൻ ഇവിടെ ക്യാമറ വെച്ചിട്ട്, എടാ ഒരു സ്റ്റെപ്പും കൂടെ നീ ഫ്രണ്ടിൽ പോയി, തിയേറ്ററിൽ നിന്റെ മുഖം ഞാൻ നിറച്ചു തരാന്ന് പറഞ്ഞു. ചേട്ടാ ഒരു DOP ഒരു ആക്ടറിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടല്ലോ. പിന്നെ എനിക്ക് മറ്റേ ചാർജ് ആയിരുന്നു, ഞാൻ മറ്റേ ട്രാൻസിലെ പകതായിരുന്നു. എനിക്ക് മറ്റേ ഇങ്ങനെ എന്നുള്ള പരിപാടി, അൾട്രാ കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ. ജോമോൻ ചേട്ടനാണ് എന്റെ അടുത്ത് ഇത് പറയണത്. അതായത് മലയാള ഇൻഡസ്ട്രിയിലെ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ടോപ്പ് സിനിമാറ്റോഗ്രാഫർ പറയണ, ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിൽ പോയി 70mm സ്ക്രീനിൽ ഞാൻ നിന്റെ മുഖം നിറച്ചു തരാന്ന്. ഓ ചേട്ടാ, അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ എനിക്ക് കോൺഫിഡൻസ് ആയി കേട്ടാ. കാരണം ഒരു DOP നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോഴേ, അത് ഞാൻ ഇതിലുണ്ട്, സ്ക്രീനിലുണ്ട്, ഫ്രണ്ടില് ഞാൻ ഇങ്ങനെ നിൽക്കും അതില്. അതെ അതെ. അപ്പൊ ഇവര് അൾട്ടിമേറ്റ്ലി ഇവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ജോമോൻ ചേട്ടൻ എന്റെ അടുത്ത്, നീ ഇതിന് മുന്നേ പടം വല്ലതും ചെയ്തിട്ടുണ്ടോ? ജോമോൻ ചേട്ടൻ എന്റെ ഒരു പടം കണ്ടിട്ടില്ല ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയൊക്കെ പടത്തിൽ ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെ ഇതിൽ വന്ന് വിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ജോമൻ അതിന്റെ മിഡിലാണല്ലോ വരുന്നത്. അതെ അതെ. ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കും അറിഞ്ഞൂടാ ജോമോൻ ചേട്ടാ, എന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജോമോൻ ചേട്ടനും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പം വിനീത് ശ്രീനിവാസൻ, വിനീത് ഏട്ടൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നിന്നെ പറ്റിയിട്ട് ജോമോൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. ജോമോൻ ചേട്ടൻ നമ്മളെ പറ്റിയിട്ട് വിനീത് ഏട്ടന്റെ അടുത്ത് പറയുക എന്നൊക്കെ പറയുന്നത്. എന്നെങ്കിലും വിനീത് ഏട്ടന്റെ പടത്തിൽ വരുമെന്ന് വിചാരിക്കാം. അതെ. ഈ ജോമോനെ കുറിച്ചും ഗിരീഷിനെ കുറിച്ചും പറയുന്ന അറിയാണ്. നമുക്ക് ഇപ്പൊ ഒരു മലയാളം ആക്ടേഴ്സ് അല്ലെങ്കിൽ മലയാളം ടെക്നീഷ്യൻസ് ക്രോസ് ഓവർ ആയിട്ട് അവരൊരു പാൻ ഇന്ത്യൻ അപ്പീൽ ഉണ്ടാക്കുന്ന ഒരു സംഗതിയിലേക്ക് പോകാറുമുണ്ട്. ശരിക്കും ഇത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു, അതായത് നമ്മൾ വെറുതെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ 2 മലയാളികൾ കണ്ടുമുട്ടിയിട്ടുണ്ടാക്കുന്ന ആത്മസൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ, മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഒരേ ഭാഷ സംസാരിക്കുന്നവർ 2 പേരുണ്ടാവുന്ന ഒരു ചെറിയ സമയത്ത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യപ്പെടാറില്ല. ഇപ്പം ജോമോന്റെയും ഗിരീഷിന്റെയും കാര്യത്തിൽ അങ്ങനെ ഒരു അടുപ്പവും അതിനൊരു തുടർച്ച ഉണ്ടായിട്ടുണ്ടാവില്ലേ? പിന്നെ ഉറപ്പായിട്ടും. ഇപ്പൊ ഗിരീഷ് ചേട്ടൻ എനിക്ക് ഒറ്റ ദിവസത്തെ ഇതേ ഉള്ളൂ മനുഷ്യേട്ടാ. പക്ഷെ ജോമോൻ ചേട്ടനാണ് കുറച്ചും കൂടെ കൂടുതൽ. ഡെയിലി വരുമ്പോഴും പുള്ളി ഭയങ്കര സപ്പോർട്ടീവ്. അതായത് എനിക്കിങ്ങനെ ഏറ്റവും അടുത്ത് ക്യാമറ വെക്കുന്നതൊക്കെ പുതുമയാ. അപ്പൊ പുള്ളി ഇവിടെ വെക്കും, ഇങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ ഡയലോഗും പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് കോൺഫിഡന്റ്. ഓരോ ഇത് കഴിയുമ്പോഴാ ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നടാ എന്നൊക്കെ പുള്ളി വന്ന് പറയും. എന്തെങ്കിലും പരിപാടി എടുപ്പ്, പുള്ളി പ്രൊഡ്യൂസറാണ്, പുള്ളി എന്നെ പല ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം അവിടെ നിന്ന് ഇപ്പൊ നമ്മളിങ്ങനെ തെലുങ്ക് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോ ഒരു മലയാളി, അപ്പൊ മലയാളം പറയുമ്പോ ഒരു സുഖം ഉണ്ടല്ലോ കേട്ടോ, ആശ്വാസം ഉണ്ടല്ലോ കേട്ടോ. ഒരു തപ്പലും ഇല്ലാതെ ഒരു ഇംഗ്ലീഷും പറയാൻ നമുക്ക് പച്ച മലയാളം പറയാമല്ലോ. ഇത് ഉറപ്പായിട്ട് ഇപ്പൊ ബാബുരാജ് ചേട്ടൻ വരുമ്പോഴാണെങ്കിൽ ജോമോൻ ചേട്ടൻ ഭയങ്കര ഹാപ്പി. അപ്പൊ 2 പേരെടുത്ത് മലയാളം പറയാം, ബാക്കിയുള്ളവരെല്ലാം ഇംഗ്ലീഷാ. ജോമോൻ ചേട്ടന് തെലുങ്ക് പറഞ്ഞൂടാ. അപ്പൊ എല്ലാം ഇംഗ്ലീഷിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു അടുപ്പം ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ജോമോൻ ചേട്ടൻ എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, നിനക്ക് തെലുങ്ക് അറിയാമോ? ഞാൻ പറഞ്ഞു തെലുങ്ക് എന്ന് പറഞ്ഞൂടാ, അത്ര ഒന്നും അറിഞ്ഞൂടാ ജോമോൻ ചേട്ടാ, നന്നായിട്ട് തെലുങ്ക് പറയാനുണ്ടല്ലോ. അങ്ങനെയൊക്കെ. അതെ അതെ. ഗിരീഷും അത് തുടർന്നു അല്ലെ? ഗിരീഷുമായിട്ടും. അയ്യോ, ഗിരീഷ് ചേട്ടന്റെ ചേട്ടാ എനിക്ക് ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ. എനിക്ക് രജനീകാന്ത് വെച്ചാൽ നമുക്കൊരു അത്രയും ഫാൻ ബോയ് ആണ്. രജനീകാന്തിനെ കാണാൻ വേണ്ടി ഞാൻ എന്റെ പ്ലഷറിൽ അദ്ദേഹത്തിന്റെ കാറിനെ ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. അവസാന നിമിഷം നടന്നിട്ടില്ല. വേട്ടയന്റെ ഷൂട്ട് ട്രിവാൻഡ്രത്ത് നടന്നപ്പോ ശംഖുമുഖത്ത് വെച്ച് പുള്ളിയെ കണ്ടിട്ട് പുള്ളി വരുന്നതിന് മുന്നേ ഞാൻ എന്റെ വണ്ടി എടുത്തുകൊണ്ട് പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഞാൻ മാറ്റിയിട്ട് മങ്കാത്ത അജിത്ത് പോലെ ഹെഡ്സെറ്റ് വെച്ചിട്ട് രജനീകാന്ത് ഇറങ്ങിയ ജംഗ്ഷനിൽ നിൽക്കും. ഞാൻ പോണ്, ബോഡി ഗാർഡ് എന്നെ പിടിച്ചു നിർത്തിയാലും കുഴപ്പമില്ല, ഞാൻ എനിക്ക് ഫോട്ടോ എടുക്കണം, എനിക്ക് തലവരെ കാണണം, തലവർ എന്നെ കാണണം എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു. പുള്ളി VVIP കാറ്റഗറി ആണല്ലോ. പുള്ളി വന്ന് സിഗ്നൽ ഇട്ടു, പോയി. എന്റെ പ്ലഷറിൽ ചേസ് ചെയ്ത് പുള്ളിയുടെ ഹോട്ടലിൽ പോയി, ഫ്രണ്ടിൽ പോയി, ഏറ്റവും അകത്ത് ഞാൻ ഇങ്ങനെ കണ്ട് പുള്ളി കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്, ഞാൻ നടന്നു വരികയാണ്. വേറെ ഏതോ 2 ചെറുക്കന്മാർ വന്നിട്ട് തലവാന്നൊരു വിളി, ബൗൺസേഴ്സ് എല്ലാം ഇറങ്ങി വന്ന് വരല്ലേ എന്ന് പറഞ്ഞ് ഓട്ടിച്ചു വിട്ടു. എന്നിട്ട് ഞാൻ തപ്പിപ്പിടിച്ച് പുള്ളിയുടെ ലൊക്കേഷനിൽ പോയപ്പോൾ പുള്ളി ഫ്രണ്ടിൽ കൂടെ നാഗർകോവിലിൽ പോവാണ്. അങ്ങനെ മിസ്സായ ഒരു മൊമെന്റ് ഉണ്ട് സൂപ്പർ സ്റ്റാറുമായിട്ട്. അത് ഞാൻ കണ്ടു. എന്റെ സൂപ്പർ സ്റ്റാറിനെ ഞാൻ പുള്ളിയെ കണ്ടു, പുള്ളിയുടെ അഭിനയം കണ്ടു, പുള്ളിയുടെ ഫോട്ടോ എടുത്തു. എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് രജനീകാന്തിനെ കാണണമെന്ന്. അപ്പൊ ഇതെല്ലാം ഒറ്റ ദിവസത്തെ
ഗിരീഷ് ഗംഗാധരൻ എന്ന DOP ആണ് എനിക്ക് കാണിച്ചു തരുന്നത് കൂലിയുടെ ലൊക്കേഷനിൽ. അത് കാണിച്ചിരുന്നോട്ട് ജോൺ ചേട്ടാ അല്ല മനീഷേട്ടാ കാണിച്ചിരുന്നോട്ടെ ഞാൻ മോണിറ്ററിന്റെ ബാക്കിൽ നിൽക്കുക. തലൈവർ ഇങ്ങനെ പുള്ളി വെറുതെ കസേരയിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഉപേന്ദ്ര അദ്ദേഹം ഉണ്ട്, ഗെറ്റപ്പ് എല്ലാം ഓൾറെഡി റിവീലായി. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഡയലോഗ് ഇങ്ങനെ ലൊക്കേഷൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഡയറക്ടറിന് പറഞ്ഞു കൊടുത്തിട്ട് മോണിറ്ററിൽ നോക്കണം, ബാക്ക്ഗ്രൗണ്ടിൽ ഷിപ്പ് ഉണ്ടാ ഇല്ലേ മറ്റേ വേറെ ആരെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല. ആളിങ്ങനെ വന്നിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ പരിപാടി ഉണ്ടാക്കും മനുഷ്യട്ടോ. അത് ആസ് എ ഫാൻ ബോയ് ആണ്, അവിടെ ഒരു സിനിഫൈൽ അല്ല എന്റെ മനസ്സിൽ, സെലിബ്രേറ്റ് ചെയ്യാണ് ഞാൻ രജനീകാന്തിനെ. സ്ലോ മോഷനിൽ ഇങ്ങനെ രജനീകാന്ത് നടന്നു വരികയാണ്. ഇപ്പം ട്രെയിലറിൽ കാണാം ആ സിഗരറ്റ് ഫ്ലിപ്പ് ചെയ്യുന്നത്, ഇതാണ് ഞാൻ കാണുന്നത് ഇത്രയുള്ള സ്ക്രീനിൽ. അപ്പം ഞാൻ ദൂരെ നിന്ന് കണ്ട രജനീകാന്തിനെ അടുത്തുനിന്ന് കണ്ട് ഫോട്ടോ എടുത്ത് പുള്ളിയുടെ അഭിനയം കണ്ട് പുള്ളിയുടെ പരിപാടി എന്താണെന്നുള്ളത് കണ്ടതിന്റെ ഒരു ഹൈ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഒറ്റ ദിവസത്തെ ഗിരീഷ് ഗംഗാധരൻ എന്നുള്ള പരിചയമാണ്. കൂലി വരുന്നുണ്ട് 14-ാം തീയതി. അതെ, അങ്ങനെ ഒരു ഫാൻ ഷോ ഒക്കെ പോയി അങ്ങനെ ഞാൻ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു രജനീകാന്ത് ഫാൻസ് ആയതുകൊണ്ട് പറയുന്നതാണ്. അത് സിനിമ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ടുണ്ട് രജനീകാന്ത്. അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം എനിക്ക് ഏറ്റവും മോശം സമയത്ത് എനിക്കിപ്പം എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമ തളപതിയാ. എനിക്ക് ആ പടം ഭയങ്കര ഹൈ ആണ്. എനിക്ക് ആ പടം കണ്ടു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഡ്രിനലിൻ റഷും ഹൈയും തരും. ഞാൻ ഒരാളുടെ പടം മാത്രമേ FDFS പോയി കാണുള്ളൂ ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ. അത് രജനീകാന്തിന്റെ പടം. ഒറ്റ പടം പോലും ഞാൻ ബുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാം ഒറ്റ പടം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. ബാക്കി ഉള്ള പടം എനിക്ക് അവരെ കാണണം. അതായത് ഇപ്പം ലാലേട്ടന്റെ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞാൽ ഇവര് കയ്യിൽ നിന്ന് കുറെ പരിപാടികൾ നമുക്ക് അതൊക്കെ പഠനമാണ് ഓരോ പടവും. രജനീകാന്തിന്റെ അങ്ങനെയല്ല, ആളിങ്ങനെ വരുന്നു, സ്ലോ മോഷനിൽ വരുന്നു, 2 പഞ്ച് ഡയലോഗ് അടിക്കുന്നു, നമ്മൾ നിലവിളിക്കുന്നു, നമ്മൾ കൂവുന്ന ഒരു സെലിബ്രേഷൻ. പ്രോപ്പർ 6 മണിക്ക് പോകുന്ന ഫാൻ ഷോ അറ്റൻഡ് ചെയ്യുന്നു. അതൊരു ഞാൻ പുള്ളിയുടെ പടത്തിനാണ് പുള്ളിയുടെ പടത്തിന് മാത്രമാണ് എന്റെ അറിവില് FDFS പോയി കാണാൻ കൊതിക്കുന്നത്. കാരണം നമുക്ക് പുള്ളി ഇങ്ങനെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പുള്ളി ഇപ്പം എന്റെ റിംഗ് ടോൺ വരെ അതാ. ഞാൻ ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ആദ്യം സിനിമയിൽ ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞപ്പോ കൂട്ടുകാരന്മാര് പറഞ്ഞിട്ടുണ്ട്, എടാ ഇങ്ങനെ ഒരു പരിപാടിയാണ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, അന്ത ആണ്ടവനെ നമ്മ പക്ക വരിക. ഇതാണ് എന്റെ കോൺഫിഡൻസ്. എനിക്ക് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളിലും ചെറിയ അവിശ്വസനീയമായിട്ടുള്ളതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെന്റലി എനിക്കൊരു കൗൺസിലിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. സിനിമ കാണുന്നതാണ് എന്റെ കൗൺസിലിങ്, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ സിനിമ കാണുന്നതാണ് എന്റെ കൗൺസിലിങ്. അപ്പൊ ഞാൻ ഓക്കെ ആവുക, എനിക്ക് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ മതി. അപ്പം എനിക്ക് ഞങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ കിങ്ഡം എന്ന് പറയുന്നത് ഒരു മെഗാ ലോഞ്ച് പോലെയാണ് വെങ്കടേഷിന്റെ കാര്യത്തിൽ വന്നത്. തെലുങ്ക് പോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന നമ്മൾ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി നോക്കിയാൽ ഏറ്റവും സ്പെൻഡ് ചെയ്യുന്ന ഇൻഡസ്ട്രികളൊന്നാണ്. അവിടെയാണ് കിങ്ഡത്തിന് ശേഷം എന്നുള്ളത്. ഇപ്പൊ നേരത്തെ നമ്മളെ തേടി എത്തുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നമ്മളെ തേടിയിട്ടുള്ള പ്രൊജക്ട് ഒരു സ്ക്രിപ്റ്റ് എങ്കിലും വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നിടത്തുനിന്ന് ഈ കിങ്ഡത്തിന് ശേഷം നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് വരുവാണ്. അവിടെ സെലക്റ്റീവ് ആവേണ്ടി വരും. ഇനിയത്തെ കരിയറിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഡിസൈൻ വേണ്ടി വരും. കാരണം ഇനി സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളിടത്താണല്ലോ. എന്താണ് കിങ്ഡത്തിന് ശേഷമുള്ള വെങ്കടേഷും ആലോചനയും ചിന്തയും പ്ലാനൊക്കെ എന്താണ്? ചേട്ടാ, പ്ലാനിങ് ഇല്ല, ഒറ്റ പ്ലാനും നടന്നിട്ടുമില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അന്നും പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട പടം അത് ചെയ്യുക എന്നുള്ള സാധനമാണ്. അതെന്തായാലും വരും, അതിലെനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. വന്നില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് പരിചയമുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ പരിചയമുള്ള പ്രൊഡക്ഷനെ പിച്ച് ചെയ്ത് നമ്മൾ സിനിമ ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ടല്ലോ കേട്ടോ. പക്ഷെ ഞാനിപ്പം 2 വില്ലൻ ചെയ്തു. ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരു നന്മയുള്ള, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹതുല്യമായിട്ടുള്ള, ഒന്ന് പ്രേമിക്കുന്ന, ഒന്ന് കൈപിടിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഒരു വൈബ് പടം, ഒരു വൈബ് റൊമാൻസ് പടം, എനിക്കിത് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അപ്പം അത് ചെയ്യുമ്പം ഞാൻ പാളോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ, ചെയ്താലേ അറിയാളൂ. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മനുഷ്യട്ടാ. അതും മനസ്സിന് അത്രയും ഇത് കൊള്ളാം. പടം ഹിറ്റാവണോ ഇല്ല അത് പിന്നെ, എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഓക്കെ ചെയ്യാം, ഇത് കൊള്ളാം, നല്ല രസമുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം എന്ന് തോന്നുന്ന സ്ക്രിപ്റ്റിലാണ് മനുഷ്യട്ടാ ഞാനിപ്പം അത്രയും ആഗ്രഹിക്കുന്നതും. അത് വരണമെന്നുള്ള പ്രാർത്ഥനയാണ്. വീട്ടിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, അമ്മ എനിക്ക് ഹീറോ ആവണം, പ്രാർത്ഥിച്ചോ എന്നുള്ള സെറ്റപ്പിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പം എനിക്കിപ്പോ ദൈവഭാഗ്യം കൊണ്ട് കുറച്ച് സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഈ വരുന്നത് നല്ല നല്ല പരിപാടികൾ എന്ത് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതാണ് നല്ലത്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണം എന്നുള്ളതാണ്. നമുക്കിപ്പം ലാംഗ്വേജോ സ്ലാങ്ങോ അത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിക്കാം. അത് നമുക്ക് ഇരുന്ന് പഠിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പടം വരിക, അടുത്ത എന്റെ നായകനായിട്ടുള്ള പടത്തിന് കാണാൻ ആൾക്കാർ പോവുക, അതിനൊരു നല്ല റെസ്പോൺസ് കിട്ടുക, ബാങ്കബിൾ, നേരത്തെ മനീഷേട്ടൻ പറഞ്ഞോളെ അതാവണം എന്നുള്ളൊരു വലിയ ആഗ്രഹമാണ്. അപ്പൊ അതിനുവേണ്ടി കഠിനമായിട്ട് ഞാൻ ശ്രമിക്കും മനീഷേട്ടാ. അതുപോലെ എന്തായാലും അത് ഫലപ്രാപ്തിയിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്, ഈ കിങ്ഡം പോലത്തെ പടം പുൾ ഓഫ് ചെയ്തുകൊണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ അമ്മ ട്രെയിലർ കാണുന്ന റിയാക്ഷൻ, അത് സ്പീച്ചിലും പറഞ്ഞിരുന്നു, അമ്മയാണ് വെങ്കടേഷിന്റെ എല്ലാമായിട്ട് കൂടെയുള്ളത്. അമ്മ സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞിരുന്നു? സിനിമ കണ്ടിരുന്നോ? അമ്മ സിനിമ കണ്ടിട്ട് അമ്മയ്ക്ക് പിന്നെ ഇഷ്ടമുള്ളതാണല്ലോ. അമ്മയ്ക്ക് സിനിമ കണ്ടിട്ട് അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം എന്നുള്ള രീതിയിൽ, അതായത് സാധാരണ ഇവര് വെട്ടും കുത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ, നമുക്ക് അതൊന്നും അല്ല. രഘുവരൻ, ഓക്കെ, രഘുവരന്റെ ഫാൻ ഗേൾ ആണ്. അപ്പൊ ഒബ്വിയസ്ലി വന്നപ്പം ഇത്രയും വലിയ കഥാപാത്രം അമ്മയ്ക്ക് അറിഞ്ഞൂടാ ഞാൻ ഇത്രയും ഉണ്ടെന്ന്, എനിക്ക് ഇങ്ങനത്തെ ഫൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതെല്ലാം കണ്ടപ്പോ ഭയങ്കര സന്തോഷം. മനസ്സിട്ടാ എന്റെ വീട്ടില് വെങ്കി ഉണ്ടോ, വെങ്കിയുടെ ഒരു ഇന്റർവ്യൂ വേണം എന്ന് ചോദിച്ച ഒരാൾ വന്നു. അപ്പൊ എന്റെ അമ്മയുടെ ഒരു മൈൻഡ് സെറ്റ് ആലോചിച്ചേക്ക് മനുഷ്യേട്ടാ. ഒരിടത്തും ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വെങ്കിച്ചേട്ടനുണ്ടോ, എന്റെ കടയില് കടയില് ഇഡ്ലി കടയില് ആന്ധ്രയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് വെങ്കി ഉണ്ടോ, നമുക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. മനുഷ്യേട്ടാ ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെ സാധനം ഹൈ എനിക്ക് തരും. അതെന്റെ ജീവിതകാലം മൊത്തം എനിക്ക് ചെറിയ കാര്യങ്ങളിൽ എനിക്ക് ഹൈ ഉണ്ടാവണം എന്നുള്ള പുറത്ത് തിയേറ്ററിന് പുറത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ അതെ 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 അതുപോലെ ഇങ്ങനെ ഓരോ ആൾക്കാർ എന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ, അമ്മയുടെ ഓഫീസിലുള്ളവർ പടം പോയി കണ്ട്, ചേച്ചി അവൻ അടിപൊളി ചേച്ചി എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും ഓക്കെ, ഒന്നുമില്ല ചെറുക്കൻ അവൻ എന്തോ ആഗ്രഹം പറഞ്ഞിട്ട് അവൻ പോയി. അപ്പം ഇവൻ കാരണം ഇപ്പൊ അമ്മയ്ക്കാണ്. അപ്പൊ അമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോകുന്നു, ഫോട്ടോ ആൾക്കാർ എടുക്കുന്നത്, അമ്മ ഭയങ്കര പ്രൗഡാ. അമ്മ മറ്റേ സ്റ്റാറിന്റെ മോന, മമ്മൂക്കയുടെ മോന. അമ്മയ്ക്ക് ഞാൻ മമ്മൂട്ടിയാ, അമ്മയ്ക്ക് ഞാൻ സൂപ്പർ സ്റ്റാറാ. അപ്പം അതങ്ങനെയാ, ഒരു സൂപ്പർ സ്റ്റാർ നടക്കുന്ന രീതിയാണ് ഇത്. ഞാൻ ലുങ്കിയൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് എടാ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ നടക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് എപ്പോഴും അമ്മ പറയുന്നത്. കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ. അപ്പം അമ്മ അൾട്ടിമേറ്റ് ഹാപ്പിയാ മനീഷേട്ടാ, ഭയങ്കര ഹാപ്പി. മലയാളം സിനിമ എന്നുള്ളത് കൂടി ഒരു ആഗ്രഹത്തിന്റെ പുറത്താണല്ലോ യാത്ര തുടങ്ങുന്നത്. ഇപ്പം എന്തായിരിക്കും ഒരു അപ്രോച്ച് എടുക്കുക? ഇപ്പം തമിഴിൽ നിന്ന് ഓഫർ വന്ന, തെലുങ്കിൽ നിന്ന് ഓഫർ വന്നിട്ടുള്ള മലയാളത്തിൽ എന്താണ് വെങ്കടേഷ് എങ്ങനെയാണ് അങ്ങനെ പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് 3 പരിപാടി, അതായത് ലാംഗ്വേജ് അറിയാം. തെലുങ്ക് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്. എനിക്ക് ഈ 3 ലാംഗ്വേജിലും ചെയ്ത ഒരു അൾട്ടിമേറ്റ് അച്ചീവ്മെന്റാ. ദുൽഖറൊക്കെ ഇത് ഇങ്ങനെ ഇവിടെ പറഞ്ഞ അവിടെ പറഞ്ഞ അവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞ ഹിന്ദിയിലും ചെയ്യുന്ന പാൻ ഇന്ത്യൻ പരിപാടിയാ പുള്ളി ചെയ്യുന്നത്. അപ്പം എനിക്ക് അതായത് മലയാളത്തിൽ പടം ചെയ്യണം, നല്ല പരിപാടി ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള, അതായത് ഇങ്ങനത്തെ ഈ വില്ലൻ പരിപാടിയൊന്നും അല്ലാതെ ഒരു ഹീറോ പരിപാടി തന്നെ മലയാളത്തില്, കുറച്ച് വൈബുള്ള പരിപാടി തമിഴിലാണെങ്കിലും. അപ്പൊ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും ഇതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റും ആയിരിക്കുമല്ലോ മനുഷ്യട്ടാ. മലയാളത്തിൽ ചെയ്യുന്നു, തമിഴിൽ ചെയ്യുന്നു, തെലുങ്കിൽ ചെയ്യുന്നു, സിനിമയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നു, സിനിമയിൽ നിലനിൽക്കുന്നു, 3 ലാംഗ്വേജിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ എനിക്ക് പടങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ അതെ അതെ. ഇനിയിപ്പം കന്നഡയിൽ തന്നെ വിളിക്കുകയാണ്, നല്ലൊരു സ്ക്രിപ്റ്റാണ്, എടാ നീ വരുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ കന്നഡ പഠിക്കാൻ റെഡിയാണ് മനുഷ്യട്ടാ, ഇരുന്ന് പഠിക്കുക. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് സമയം തരണം, 2-3 മാസം കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി ഞാൻ ചെയ്യാൻ തയ്യാറാ. എനിക്ക് സിനിമ, അത് ഇനി ഏത് ലാംഗ്വേജ് ആണെങ്കിലും എനിക്ക് പടം ചെയ്യണം മനുഷ്യട്ടാ. എനിക്ക് സിനിമ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതെ. ഈ പിന്നെ വെട്രിമാരന്റെ സ്കൂളില് വിടുതല പോലുള്ളൊരു അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഉറപ്പായി അതിന്റെ ക്ലാഷും മറ്റതൊക്കെ വന്നതിനെ തുടർന്നാണ് ആ സിനിമ പൂർത്തിയാക്കാൻ പറ്റാത്ത, അതിന്റെ ഭാഗമാകാൻ പറ്റാതിരുന്നത്. ശരിക്കും അതെങ്ങനെയുള്ളൊരു അവസരമായിരുന്നു? ഇത് റിബലായിരുന്നു മനുഷ്യട്ടാ. റിബല് ട്രെയിലർ കണ്ടപ്പോ ഇങ്ങനെ GV സാറിന്റെ അടുത്ത് നിന്ന് നമ്പർ ചോദിച്ചു, അങ്ങനെ എന്നെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ചെന്നൈയിലുണ്ടായിരുന്നു. ഞാൻ പോയി കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിൽ മറ്റേ പൊല്ലാതവൻ, അസുരൻ, ആടുകുളം, അത് ഇങ്ങനെ വരികയാണ്. പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച്. അപ്പം എനിക്ക് എൻ്റെ അച്ഛന് അസുരൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ അസുരനാ. അപ്പൊ പുള്ളി ഇങ്ങനെ ഓരോന്നും പറഞ്ഞു, ഇങ്ങനെയാണ് പടത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടർ, ചെറിയ ക്യാരക്ടറാ, നിങ്ങളിപ്പം വില്ലനൊക്കെ ചെയ്തിരിക്കുകയല്ലേ, നിങ്ങൾ ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു അയ്യോ സാർ അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് ഓക്കെ, എനിക്ക് നിങ്ങളുടെ പ്രോസസ്സ് എന്താണെന്ന് അറിയണം എന്നുള്ള രീതി പുള്ളി പറഞ്ഞിരുന്നു. അപ്പൊ ഞാനും അപ്പൊ പുള്ളി പറഞ്ഞു എടാ എന്റെ പ്രോസസ്സ് അറിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടൂല എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം അതിനുശേഷം പുള്ളിയുടെ ഷോട്ടിലൊക്കെ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ
അതായത് ഇപ്പം ഭയങ്കര പ്രിപ്പറേഷൻ ഒന്നും വേണ്ട മനുഷ്യട്ട് അവിടെ. ഇപ്പം വിജയ് സേതുപതി അദ്ദേഹവുമായിട്ട് മഞ്ജു ചേച്ചിയായിട്ടും അഭിനയിക്കാൻ പറ്റി, ഒന്നും കൂടെ മഞ്ജു ചേച്ചിയായിട്ട് അഭിനയിക്കാൻ പറ്റി. അപ്പം ഭയങ്കര പ്രോസസ്സ് ഒന്നും വേണ്ട, കാരണം നമുക്ക് തൊട്ട് മുമ്പേ ഡയലോഗ് പരിപാടിയൊക്കെ നമുക്ക് പരിപാടി കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പരിപാടിയൊന്നും അദ്ദേഹത്തിന്റെ ഇല്ല. വിജയ് സേതുപതി സാറിന്റെ ഒരു കിടിലം പരിപാടിയുണ്ട് മനുഷ്യട്ട, ഫൈറ്റാ. അപ്പം പീറ്റർ ഹെയ്നാണ് സ്റ്റണ്ട് മാസ്റ്റർ. അപ്പം ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം വിജയ് സേതുപതി സാർ ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങറ്റത്തു നിന്ന് ഒരു ക്യാരക്ടർ ഇങ്ങനെ ഓടി വരണം. ഓടി വന്ന് കിക്ക് ചെയ്യുമ്പം ഞാൻ ഇങ്ങറ്റത്ത് നിൽക്കുക, എനിക്കിവിടെ വരണം. ഞാൻ ഇവിടെ നിന്ന് വരാൻ ലേറ്റായി, ഇത്രയും ഒന്നേന്ന് എടുക്കണം. സാറ് ടെററായി, നീ എവിടെ പോയിരുന്നു, നീ എന്ത് വരാത്ത? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ആക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടിയില്ല. അടുത്തതിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ കറക്റ്റായിട്ട് ചവിട്ടി. അപ്പം വിജയ് സേതുപതി സാർ തിരിഞ്ഞിട്ട് പറഞ്ഞു, എടാ ഇപ്പം നിനക്ക് ഓക്കെ ആയില്ലെന്ന് ചോദിച്ചു. ഓക്കെ ആയി സാർ. പുള്ളി പറഞ്ഞു, എടാ എനിക്ക് നിന്റെ കഷ്ടം അറിയാം, നീ അവിടെ നിന്ന് ഓടി വരണം, ഞാൻ നിന്റെ ടൈമിങ്ങിന് വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് ആരും ചെയ്യൂല മനുഷ്യേട്ടാ. വിജയ് സേതുപതി സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പോയിന്റും ഉണ്ട്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നീ ഹീറോ മെറ്റീരിയല്ല, നീ ഇവിടെ എന്തോ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്കെഡ്യൂൾ ബ്രേക്ക് വന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് കാരവാനിൽ പോയപ്പോൾ പോലും എൻ്റെ അടുത്ത് വന്ന്, സ്റ്റേ എല്ലാം ഓക്കെ അല്ലേ, നിനക്കെല്ലാം ഓക്കെ അല്ലേ, ഞാൻ പറഞ്ഞ മറക്കല്ലേ, നീ ഹീറോയാണ്, ആ പരിപാടി നീ ഫോക്കസ് ചെയ്യ്, ഞാൻ പറഞ്ഞ മറക്കല്ലേ. എന്റെ ചുറ്റും ഭയങ്കര കിടിലെ മനുഷ്യരാ. എന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ടല്ലോ ഏട്ടാ, അങ്ങനത്തെ മനുഷ്യരുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അതും എന്റെ ഭാഗ്യമാണ്. അപ്പം വെട്രിമാരൻ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ കുറെ പരിപാടിയാണ്. പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല മനുഷ്യട്ടാ. കിങ്ഡത്തിന്റെ ഒരു ഡേറ്റ് വന്നത്, കിങ്ഡം ആണ് ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തതും, അത് കാരണം മുരുകൻ. എന്തായാലും മുരുകൻ ഉണ്ടാക്കി തരുന്ന ഒരു വലിയ അവസരങ്ങളുടെ ഒരു ജേണി ഇനി തുടങ്ങുകയാണ്. നമ്മളിനി വെങ്കടേഷനായിട്ട് ഞാനിനി സംസാരിക്കുമ്പോൾ ഇതിലും വലിയ അച്ചീവ്മെന്റ്, ഈ ആഗ്രഹങ്ങളുടെ ഉയരവും ദൂരൊക്കെ ഒത്തിരി മുകളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു മനീഷേട്ടാ, താങ്ക് യു.